Good afternoon, John. Yes, ma'am. Good afternoon, Safi sir. Good afternoon, ma'am. Good afternoon. Good afternoon, sir. Sir, ഇതുവരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ശരി. No problem. Thank you. Good evening, ma'am. Good evening. നമ്മൾ 6 മിനിറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മാം. സ്റ്റാർട്ട് ചെയ്യാം. ശരി. നമ്മൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ്, എത്ര ആളുകളാണ് ഉള്ളത് ശരിക്കും എല്ലാ ദിവസവും ഈ പ്രോഗ്രാമിന്? ഈ പ്രോഗ്രാമിൽ ആക്ച്വലി ഓൾമോസ്റ്റ് 60 കാൻഡിഡേറ്റ് സ്റ്റുഡൻസ് ആണ് വരുന്നത്. 60. അതില് ഡിഫറെന്റ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് വരുന്നത്. പ്രൊബേഷൻ ഓഫീസേഴ്സ്, പ്രൊബേഷൻ അസിസ്റ്റന്റ്, ഒരു എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്തിരുന്നു. അപ്പൊ അവര് ഒഫീഷ്യലി ചെയ്തിരുന്നെങ്കിലും അത്ര റെഗുലർ അല്ല. ബട്ട് അതുകൂടാതെ MSW സ്റ്റുഡൻസ് ആൻഡ് സോഷ്യോളജി, സൈക്കോളജി സ്റ്റുഡൻസ്, ലോ സ്റ്റുഡൻസ്, ലോ ടീച്ചേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത്രയും കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. അതില് അതെ. ഏതായാലും എന്റെ ബെസ്റ്റ് വിഷസ്. ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതെ. ആക്ച്വലി ഈ പ്രൊബേഷൻ സർവീസ് സപ്പോർട്ട് ടീമിന്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊബേഷൻ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസിനെ ഹെൽപ്പ് ചെയ്യാം ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോ അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോ അതില് ഗവൺമെന്റ് പ്രൊബേഷൻ ഓഫീസ് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും ഈ പ്രൊബേഷൻ സർവീസ് സപ്പോർട്ട് ടീമും അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, ജയിൽ അതോറിറ്റി, DLSA, ഈ ഡിഫൻസ് ലോയേഴ്സ്, പ്രോസിക്യൂഷൻ, കോർട്ട്, അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് ഒരു നേർവഴി പ്രോജക്റ്റ് അനുസരിച്ച് അവര് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഈ കോഴ്സിന്റെ സ്ട്രക്ചർ അനുസരിച്ച് 30 hours ഓൺലൈൻ കോഴ്സ് ആൻഡ് 30 hours ഓഫ്ലൈൻ ക്ലാസ്സാണ് വരുന്നത്. അപ്പൊ ഇതില് അതെ ഇത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസ് ആൻഡ് പത്തനംതിട്ട DLSA ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ്. ഇത് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസറായ ശ്രീ അബിൻ AO ആണ്. അബിനും ഈ പ്രോഗ്രാമില് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഓർഗനൈസറാണ്. Thank you, ma'am. Thank you very much. Okay, thank you. സാർ, ഈ PPT വർക്ക് ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊന്ന് ഇപ്പൊ നോക്കാൻ സാധിക്കുമോ? അങ്ങനെ നോക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? No problem. Sharon help you. ഞാൻ നോക്കട്ടെ. PPT വർക്ക് ചെയ്യുന്നുണ്ടോന്നൊന്ന് പറയൂട്ടെ, ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ മാം. ഓക്കെ. PPT ഇപ്പൊ കാണുന്നുണ്ടോ? മാം വിസിബിൾ ആണ് മാം. വിസിബിൾ ആണ്. ഓക്കെ. പിന്നെ പ്രോബ്ലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റ് ഇത് മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ശരി, ടൈം ആവട്ടെ. 2 minutes more. ഓക്കെ.
നമസ്കാരം. ഞാൻ ഷെറിൻ കെ നാസർ, LGRF എറണാകുളം ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറി ആണ്. പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസും ജില്ലാ നിയമസേവന അതോറിറ്റിയും ലോ ആൻഡ് റിസർച്ച് ജസ്റ്റിസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രൊബേഷൻ സപ്പോർട്ട് ടീമിന് വേണ്ടിയുള്ള കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 17ാമത് സെഷനാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. സെഷൻ കോമ്പയർ ചെയ്യുന്നതിനായി മിസ് പ്രവീണയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു, പ്രവീണ. Good evening, all. A warm and hearty welcome to this session 17 of the Capacity Development Program of the Probation Support Team organized by District Probation Office Pathanamthitta and DLSA Pathanamthitta in association with LGRF. So today we have with us Dr. Anushree Ma'am, Associate Professor of Government Law College, Ernakulam. And today's topic is regarding fundamental provisions, principles of CrPC with special reference to section 106 to 124 of CrPC. So to welcome we all to this session, I call upon Alex K. Anthony for the welcome speech. Over to you, Alex. Alex, you are mute. Alex. ഹലോ. ഓക്കെ അലക്സ്, കേൾക്കാം അലക്സ്. ഓക്കെ, നമസ്കാരം മാം. എൻ്റെ പേര് അലക്സ് കെ ആന്റണി. ഞാൻ തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ സൈക്കാട്രി സോഷ്യൽ വർക്കറാണ്. ഈ സെക്ഷനിൽ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസർ ശ്രീ അബിൻ സാറിനെയും ജില്ലാ നിയമസേവന അതോറിറ്റി ഡയറക്ടർ ശ്രീ സുഭാഷ് സാറിനെയും ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ സെക്ഷനിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് CrPC വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സെക്ഷൻ 106 to 124 എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കാൻ വന്ന എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ആയ ഡോക്ടർ അൻശ്രീ മാമിനെ ഈ സെക്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ സെക്ഷനിലെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയ ശ്രീ പ്രവീണ, ശ്രീ ഷെറിൻ കെ നാസർ, നമ്മുടെ ടെക്നിക്കൽ കോർഡിനേറ്റേഴ്സ് ആയ ശ്രീ അഭിജ ശ്രീനാഗ് എന്നിവരെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഒരു സെക്ഷന്റെ വിജയം എന്ന് പറയുന്നത് ആ സെക്ഷനിലെ ടീം മെമ്പേഴ്സ് ആണ്. ഈ സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന എല്ലാ ടീം മെമ്പേഴ്സിനെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ma'am, we can start, ma'am. Thank you. Thank you, ma'am. Thank you, Alex, for your kind words. Good evening to all. Anyway, thank you very much for inviting me as resource person to deliver this topic in criminal procedure court. I think I have asked Safi sir whether any persons are there from outside state, and he told that you can even use the medium of Malayalam. Okay, so I feel more comfortable, sometimes comfortable in talking in Malayalam also, because there are students, I came to know that there are students from psychology and sociology, and MSW students are there. So I think I can start with a small story. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം വിസിറ്റ് ചെയ്യാൻ ചില സ്ഥലങ്ങൾ ഇഷ്ടമുണ്ട്. അതിൽ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പക്ഷെ മിക്കവാറും അവിടെ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല, ആ ടൈമിങ്സ് ചിലപ്പോൾ. പക്ഷെ ഞാൻ എപ്പോഴും ഒട്ടും തന്നെ മിസ് ചെയ്യാത്തത് പഴവങ്ങാടി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രമാണ്. ഈ ആറ്റുകാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു റെലവൻസ് ഉണ്ട്. അത് ശരിക്കും ആറ്റുകാൽ ക്ഷേത്രത്തില് കണ്ണകി, ദേവി കണ്ണകിയാണ് അവിടെ പ്രതിഷ്ഠ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതേ ദൈവിക സങ്കല്പം തന്നെയാണ് നമ്മൾ എറണാകുളത്തിന് അടുത്ത് കൊടുങ്ങല്ലൂർ എന്നുള്ള പ്രദേശത്ത് നമ്മൾ പോവുകയാണെങ്കിൽ. ഈ കണ്ണകി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ചിലപ്പതികാരത്തിലെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ
ഈ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ധാരാളം കഥകൾ ശരിക്കും കേട്ടിട്ടുണ്ട്. കഥ കേട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണകിയും അവരുടെ ഹസ്ബൻഡും കൂടി അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അവരുടെ ഹസ്ബൻഡിന്റെ ബിസിനസ്സിന് ചില പ്രോബ്ലംസ് ഉണ്ടായപ്പോ അവർക്ക് ആ നാട് വിടേണ്ടി വരികയും അവരുടെ നാടിനടുത്തുള്ള മധുര എന്ന സ്ഥലത്തോട്ട് അവർക്ക് പോകേണ്ടതായി വരികയും ചെയ്തു. അവിടെ മധുര എന്ന രാജ്യത്തില് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതിന്റെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ രാജാവ്, അവിടുത്തെ ഭരണാധികാരി, അദ്ദേഹം ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള നാട്ടില് എല്ലാം ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ നാട്ടിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുകയും അവിടെ മധുരയിലെത്തുന്നു. മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആകെ ഉള്ളത് കണ്ണകി കാലിൽ അണിഞ്ഞിരുന്ന 2 ചിലമ്പുകളാണ്. അതില് ഒരു ചിലമ്പ് തന്നെ വിറ്റ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണം, ഒരു ബിസിനസ്, ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണം ലഭിക്കും എന്ന് അവര് കരുതിയിരുന്നത്. അങ്ങനെയാണ്. അതിനുള്ളിൽ ഇഷ്ടംപോലെ രത്നങ്ങളാണുള്ളത്. അപ്പൊ വളരെയധികം വില കൂടിയ രത്നങ്ങൾ, എവിടെയെങ്കിലും തന്നെ കാണാൻ സാധിക്കാത്തതുള്ള രത്നങ്ങളുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് അവര് മധുരയിലെത്തുന്നു. മധുരയിലെത്തിയപ്പോൾ കണ്ണകി അവരുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ ചിലമ്പ് കൊടുത്തിട്ട് അത് വിറ്റ് പണവും കൊണ്ട് വരുവാൻ ആവശ്യപ്പെടുന്നു. കണ്ണകിയുടെ ഹസ്ബൻഡ് കോവലൻ, അദ്ദേഹം അതും കൊണ്ട് ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് ചെല്ലുന്നു. ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് ഇത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും രാജാവ് കോവലൻ ആ റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തിന് തല വെട്ടിയെന്നും കണ്ണകി രാജാവിന്റെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കുന്നുവെന്നും അത് കഴിഞ്ഞ് കണ്ണകി രാജാവിനെ കുറെ ശപിക്കുന്നുവെന്നും ആ ശാപം കഴിഞ്ഞ് കണ്ണകി അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം തിരുവനന്തപുരം കഴിഞ്ഞ് ഏകദേശം ആറ്റുകാൽ വരെയുള്ള പ്രദേശത്ത്, ഇപ്പൊ ആറ്റുകാലിലുള്ള സ്ത്രീകൾ അവർക്ക് അവിടെ വെച്ചിട്ട് പൊങ്കാലി ഇടുന്നുവെന്നും അതിന്റെ അനുസ്മൃതിയിലാണ് നമ്മളിങ്ങനെ ആറ്റുകാൽ പൊങ്കാലി ഇടുന്നതെന്നും അതിന്റെ അതേ ഒരു ദൈവിക ഭാഗത്തിൽ പല സ്ഥലത്തും കേരളത്തിൽ ക്ഷേത്രം ഉണ്ടെന്നും അതിൽ ഒരെണ്ണമാണ് ഈ കൊടുങ്ങല്ലൂര് ഭാഗത്തൊരു ക്ഷേത്രം എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവില് ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഇൻ ഇന്ത്യ ഓൾസോ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ്, നമ്മുടെ ക്രിമിനൽ ലോസ് നമ്മൾ നോക്കുകയാണെങ്കിലും ക്രിമിനൽ പ്രൊസീജിയർ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരുപാട് റെലവൻസ് ഉള്ള ഒരു കാര്യം ഇതിലുണ്ട്. അത് സപ്പോസ് ഇതില് കണ്ണകിയുടെ ഹസ്ബൻഡ് കോവലൻ ഈ ചിലമ്പുമായി ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവരുടെ കഷ്ടകാലമാണോ എന്താണെന്ന് അറിയില്ല. അതേ സമയത്ത് തന്നെ ആ രാജ്യത്തിലെ രാജാവിന്റെ വൈഫ് റാണിയുടെ ചിലമ്പും നഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ ഈ ചിലമ്പും റാണിയുടെ ചിലമ്പും സിമിലാരിറ്റി ആയിരുന്നു. അത് മാത്രമല്ല കോവലം പോലെയുള്ള ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചിലമ്പ് എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഈ ഗോൾഡ് സ്മിത്ത് തന്നെയാണ് റാണിയുടെ ചിലമ്പും ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജാവിനെ ഇന്റിമേറ്റ് ചെയ്യുന്നു. രാജാവ് ചിലമ്പ് അപ്പം തന്നെ വാങ്ങിച്ചു വെക്കുന്നു. ഹി സീസിങ് ദാറ്റ് ചിലമ്പ് ആൻഡ് ഹീസ് ടേക്കിംഗ് ഇറ്റ് ആൻഡ് ഹി ഈസ് ഗിവിംഗ് എൻ ഓർഡർ. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഒരു ഓർഡർ ഇടുകയാണ്. അവിടെ ടെസ്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രോപ്പർട്ടി ഓഫ് കിങ് ഒക്കെ ആണെങ്കിൽ അത് ട്രീസൺ എന്ന് പറഞ്ഞ ഒഫൻസ് ആണ്. ട്രീസൺ എന്ന് വെച്ചാൽ രാജ്യദ്രോഹം. അവിടെ രാജ്യദ്രോഹത്തിന് ഉള്ള പണിഷ്മെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഡെത്ത് പെനാൽറ്റി ആണ്. ഡെത്ത് പെനാൽറ്റി അവിടെ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് അവിടെ ഉള്ളത്. ആ നിയമം അങ്ങനെ തന്നെ റാണിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് രാജാവിനെതിരെയുള്ള തെറ്റായിട്ട് തന്നെ കണക്കാക്കി അത് രാജ്യദ്രോഹമായി കണക്കാക്കിക്കൊണ്ട് ആ കോവലന് തല വെട്ടുവാനായിട്ട് കിങ് അപ്പൊ തന്നെ ഓർഡർ ഇടുകയാണ്. കോവലിന് കേൾക്കുന്നില്ല. കോവലൻ പറയുന്നുണ്ട്, എനിക്ക് രാജാവിന്റെ അടുത്ത് ചെല്ലണം, എനിക്ക് രാജാവിനോട് പറയണം, ഇത് എന്റെ തന്നെ ചിലമ്പാണ്, എന്റെ വൈഫിന്റെ ചിലമ്പാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെ അതൊന്നും സമ്മതിക്കാതെ കോവലന്റെ തല വെട്ടുകയും കോവലിന് ഡെത്ത് പെനാൽറ്റി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. കണ്ണകി ഇതറിഞ്ഞിട്ട് രാജാവിന്റെ അടുത്ത് ചെല്ലുന്നു. അന്ന് ഇതുപോലെ കോർട്ടിൽ ഇങ്ങനെ നമ്മള് FIR ലോഡ്ജ് ചെയ്യുക അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. നമുക്ക് കോടതിയിൽ വരണമെങ്കിൽ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ബെല്ല് റിങ് ചെയ്താൽ അപ്പൊ തന്നെ കോർട്ട് കൂടുകയും അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഗ്രീവൻസ് റിഡ്രസ് ചെയ്യാനൊരു മെക്കാനിസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മണി അടിക്കുന്നു എന്ന് പറഞ്ഞു ഒറ്റ ചിലമ്പം കൊണ്ട് വരുന്ന കണ്ണകിയുടെ ഇത് പല സ്ഥലത്തും നിങ്ങൾ ആ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ അവർ വരുന്നു. പിന്നെ അവിടെ ഈ കണ്ണകിയും രാജാവും തമ്മിലുള്ള ഡിസ്കോഴ്സ്, ഇത് ശരിക്കും നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് കഥയിൽ കേട്ടിരിക്കുന്നത് കണ്ണകി കുറെ കാര്യം പറയുന്നു, ഇത് രാജാവിന്റെ ചിലമ്പ്, ഇത് എന്റെ ചിലമ്പാണെന്ന് പറഞ്ഞ് കണ്ണകി ചിലമ്പ് നിലത്തിട്ടടിക്കുകയും ആ ചിലമ്പ് വേറെയായി കാണുക, ആ ചിലമ്പിലുള്ള മുത്തുകൾ വേറെ അറിയാം, അതേ ചിലമ്പല്ല റാണിയുടെ ചിലമ്പെന്ന് മനസ്സിലാകുകയും കണ്ണകി ശപിക്കുന്നു എന്നൊക്കെയാണ്. ഇതിൽ ഇവര് തമ്മിലുള്ള ഡിസ്കഷൻ ഒരു
നിയമ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം റെലവെന്റ് ആണ്. കണ്ണകി ആദ്യം ചോദിക്കുന്ന ചോദ്യം രാജാവിന്റെ അടുത്ത് വളരെ സത്യത്തിൽ വളരെ സമാധാനമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ആള് ദേഷ്യത്തിലാണ്, രോഷാകുലയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ സമാധാനത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ഇത് ആരുടെ ചിലമ്പ് മോഷ്ടിച്ചതിനാണ് എന്റെ ഭർത്താവിനെ നിങ്ങൾ ശിക്ഷിച്ചത്? അപ്പൊ രാജാവ് പറയുന്നത് അത് എന്റെ ഭാര്യയുടെ ചിലമ്പാണ്, റാണിയുടെ ചിലമ്പാണ്. കണ്ണകി അപ്പൊ തന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്യൂവിൽ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല, ബിക്കോസ് യു ആർ പേഴ്സണലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഇഷ്യൂ. ഒരു ആൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ രീതിയിലോ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇഷ്യൂല് ആ ഇഷ്യൂല് ജഡ്ജ്മെന്റ് കൊടുക്കാൻ ഒരാൾക്ക് അവകാശമില്ല. റൂൾ അഗൈൻസ്റ്റ് ബയസ് എന്ന് നമ്മൾ പറയും. അത് ഫെയർ ട്രയൽ പ്രിൻസിപ്പിൾ, എല്ലാ രാജ്യത്തിന്റെ ക്രിമിനൽ നിയമം അനുസരിച്ചുള്ള ഫെയർ ട്രയൽ പ്രിൻസിപ്പിളിന്റെ ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. ഒരാൾക്ക് ഒരു ഇഷ്യൂയിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഇഷ്യൂയെ സംബന്ധിച്ചുള്ള ഡിസിഷൻ അയാൾക്ക് കൊടുക്കുവാൻ യാതൊരു അവകാശവുമില്ല എന്ന് പറയുന്നത്. അപ്പോ റൂൾ അഗൈൻസ്റ്റ് ബയസ്, ജഡ്ജ് ഷുഡ് ബി ഇംപാർഷ്യൽ, സോ ദ ട്രയൽ മസ്റ്റ് ബി കണ്ടക്ടഡ് ബൈ എ ഫെയർ, ഇംപാർഷ്യൽ ആൻഡ് കോമ്പിറ്റന്റ് ജഡ്ജ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ അത് നമ്മുടെ CrPCയിലും നമ്മുടെ പ്രൊസീജിയർ കോഡിലും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ സിവിലൈസ്ഡ് കൺട്രീസിന്റെ പീനൽ കോഡിലും പ്രൊസീജിയർ കോഡിലും ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. സോ നിങ്ങൾക്കത് കേൾക്കുവാൻ സാധിക്കില്ല, അത് കേൾക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. അതിൽ തീരുമാനം പറയാൻ അവകാശമില്ലാത്ത നിങ്ങൾ എങ്ങനെ തീരുമാനം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെഞ്ചാമരക്കുട ഒഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നാണ്. അപ്പൊ നിങ്ങൾക്കത് കേൾക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് കണ്ണകി പറഞ്ഞ പോയിന്റ്, റൂൾ അഗൈൻസ്റ്റ് ബയസ് എന്നുള്ളത്. രണ്ടാമത് കണ്ണകി പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. അതായത് രണ്ടാമത് പറയുന്ന പോയിന്റ്, എങ്ങനെയാണ് ഈ ശിക്ഷ, ഇത് എന്റെ ഹസ്ബൻഡ് കുറ്റക്കാരനാണെന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചോ? രാജാവ് പറഞ്ഞു ഇല്ല, ഇവിടുത്തെ രാജ്യത്തിലെ നിയമം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രാജ്യദ്രോഹമാണെങ്കിൽ കഴുത്ത് വെട്ടുക എന്നുള്ളതാണ് നടപടി. ഇതുപോലെയുള്ള ഒരു ചിലമ്പ് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു അവകാശമില്ല. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള മുത്തുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ വഴിയില്ല, ഇയാൾ മോഷ്ടിച്ചു തന്നെയാണ്. അപ്പൊ ഉടനെ പറഞ്ഞത്, നിങ്ങളുടെ ഇതിനുള്ളിലുള്ള ഇതെന്താണ്, ആ ചിലമ്പിനുള്ളിലുള്ളത് എന്താണ്? എന്റെ ചിലമ്പിനുള്ളിൽ രത്നങ്ങളാണ്, വളരെ വിലപ്പെട്ട രത്നങ്ങളാണ് എന്ന് പറഞ്ഞ് കണ്ണകി അത് അടിച്ചു കാണിക്കുന്നു. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കൊടുക്കാതെ ഒരു കാര്യത്തിൽ, ഒരു ക്രിമിനൽ കേസിൽ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ രാജാവ്, അതാണ് ഇവിടുത്തെ രാജാവ് ചെയ്തിരിക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള രാജാവാണെന്ന് അറിയുമോ? മറ്റു രാജ്യങ്ങളിൽ ഈ രാജാവിന്റെ നീതി നിർവഹണത്തിനെ പറ്റി വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള രാജാവാണ് ഈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നീതിമാനായ രാജാവായതുകൊണ്ട് ആ രാജ്യം ഫ്ലറിഷ്ഡ് ആണ്, ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭർത്താവിനെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. നീതി നിർവഹണത്തിലുള്ള ആ ഒരു കൃത്യവിലോപം കാരണം ഭർത്താവിനെ തന്നെ ആ പാവം സ്ത്രീക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് അത് കൊടുക്കണം. അപ്പൊ ഫെയർ ട്രയൽ നമുക്ക് കൊടുക്കണം. ഒരു ട്രയൽ കൊടുക്കാണ്ട് ഒരിക്കലും ഒരു ക്രിമിനൽ കേസിൽ ഡിസിഷൻ ഇടാൻ പാടില്ല എന്നുള്ള ഒരു പ്രിൻസിപ്പിള്, ആ പ്രിൻസിപ്പിൾ രാജാവ് വയലേറ്റ് ചെയ്തു. അതുകൊണ്ട് രാജാവിന് ഇനി ആ ത്രോണിൽ തുടരാൻ, യു കനോട്ട് സിറ്റ് ഇൻ ദാറ്റ് ത്രോൺ, യു ആർ നോട്ട് എലിജിബിൾ ടു സിറ്റ് ഇൻ ദാറ്റ് ത്രോൺ എന്നാണ് കണ്ണകി പറയുന്നത്. പിന്നെ ഏതൊരു ഡിസിഷൻ കൊടുക്കുമ്പോഴും അതിന് പ്രോപ്പർ റീസണിങ് നിങ്ങൾ കൊടുക്കണം. നമ്മൾ CrPCയിലെ ജഡ്ജ്മെന്റ് എന്നുള്ള പ്രൊവിഷൻ ഒരു പാർട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെദർ ദ കോർട്ട് ഈസ് ഫൈൻഡിങ് എ പേഴ്സൺ ഗിൽറ്റി ഓർ ഇന്നസെൻസ്, the reasons for that decision also must be given. Reasons എവിടെ? ഒന്നുമില്ല. അപ്പൊ റീസൺഡ് ഡിസിഷൻ എന്നുള്ള ആ ഒരു കണ്ടീഷനും അതും സാറ്റിസ്ഫൈ ചെയ്തില്ല. പിന്നെ എല്ലാത്തിലും ഉള്ളവര് വേറൊരു കാര്യമുണ്ട്, നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം എന്നുള്ളൊരു കാര്യം. ജസ്റ്റിസ് മസ്റ്റ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ സീം ടു ബി ഡൺ എന്നൊരിതുമുണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഒന്നും നിങ്ങൾ നടപ്പാക്കിയില്ല, നിങ്ങൾ പാലിച്ചില്ല, ഒരു നിരപരാധിയായ ഒരാളെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്തല്ലോ വിതൗട്ട് അബൈഡിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതുകൊണ്ട് യു കനോട്ട് സിറ്റ് ഇൻ ദാറ്റ് ത്രോൺ, യു ആർ നോട്ട് കോമ്പിറ്റന്റ് ടു സിറ്റ് ഇൻ ദാറ്റ് ത്രോൺ എന്നാണ് കണ്ണകി പറഞ്ഞത്. ഈ ഡിസ്കോഴ്സ് ആക്ച്വലി ഒരു ക്രിമിനൽ ലോ പഠിക്കുന്ന സ്റ്റുഡന്റിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഓൾ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർ ട്രയൽ ഹാവ് ബീൻ ഡിസ്കസ്ഡ് if you look into the discourse between Kannagi and the king of Madura. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തില് ഇനി ഒരു മനുഷ്യന്, കാരണം
ഒരു സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് എനി സ്റ്റേറ്റ് ഈസ് ആക്ച്വലി ടു പ്രൊട്ടക്ട് ലൈഫ്, ലിബർട്ടി ആൻഡ് property of a subject, and only if the justice administration is rendered properly, then only that the life and life security and property of the subjects could be safeguarded. Otherwise it cannot be safeguarded. That was what has happened to Kannagi. So what so the criminal law or criminal justice administration is actually the barometer which measures the civilization of any nation. So criminal law is the barometer which measures the civilization. ഒരു രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ക്രിമിനൽ നിയമവും ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷനുമാണ്. അതിൽ നിന്നാണ്, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ഒരു രാജ്യം എത്രത്തോളം സംസ്കാരമുള്ളതാണ് എന്ന് തീരുമാനിക്കുന്നത്. മധുര രാജ്യം തന്നെ നശിച്ചുപോയി എന്നാണ് നമ്മൾ പറയുന്നത്. അത് നശിച്ചുപോയി എന്നുള്ളത് കണ്ണകിയുടെ ശാപം കൊണ്ടല്ല എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. കാരണം ആ രാജ്യത്തിലെ ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷന് പിറ്റ്ഫോൾസ് സംഭവിച്ചു, അതുകൊണ്ട് ആ രാജ്യം നശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസ് എ പേഴ്സൺ ഹു ഈസ് എ സ്റ്റേക്ക് ഹോൾഡർ ഇൻ doing criminal justice services to the nation, you should understand that. Okay, so നമ്മൾ ക്രിമിനൽ ലോ, എന്തിനാണ് ക്രിമിനൽ ലോ വേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇതിൽ നിന്ന്, ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഒരു രാജ്യത്തിന് സ്ട്രോങ് ആയിട്ടൊരു പീനൽ ലോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള ആളുകൾക്ക് സമാധാനം ലഭിക്കുള്ളൂ, അവിടെയുള്ള പ്രജകൾക്ക് സമാധാനം, സബ്ജക്റ്റിന് സമാധാനമായി ജീവിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനപൂർവമായ ഒരു ജീവിതമാണ്. ഇത് സമാധാനപൂർവമായ ഒരു ജീവിതം ലഭിക്കണം, ഒരു സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. സ്റ്റേറ്റിന് അത് എൻഷുർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് പീനൽ ലോ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം, എന്നാൽ മാത്രമേ സ്റ്റേറ്റിന് അത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഒരു സ്ട്രോങ് പീനൽ ലോ ഉണ്ടെങ്കിൽ, കാരണം ഒരു ചെറിയൊരു ക്രൈം ആണെങ്കിൽ പോലും ആളുകൾ പൊതുവെ അവർക്കത് തൊട്ടടുത്തിരിക്കുന്ന വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയില്ലെങ്കിൽ പോലും ആളുകൾക്ക് സാധാരണ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്, വീട് പൂട്ടി ജോലിക്ക് പോകുന്നു എന്ന് വെച്ചോളൂ. നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, ആരെങ്കിലും വന്ന് പറയുന്നു, ഒരു ഏകദേശം ഉച്ച സമയത്ത് നമ്മുടെ വീടിന് ആ പ്രദേശങ്ങളില് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ബംഗാളികളോ അങ്ങനെ ഇത് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ നമ്മുടെ വീട്ടിന്റെ പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത റിയാക്ഷൻ എന്തായിരിക്കും? നമ്മൾ വീട് പൂട്ടി പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത റിയാക്ഷൻ എന്തായിരിക്കും? എനിബഡി യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ടെൽ മീ. നിങ്ങൾ അടുത്ത ദിവസം വീട് പൂട്ടി പോകുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ ഞാൻ എൻ്റെ ഒരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ വീട് പൂട്ടി പോകുമ്പോഴേക്കും വീടിന്റെ പുറത്തൊരു ചിരട്ട കഷ്ണം ഉണ്ടെങ്കിൽ അത് വരെ എടുത്ത് അകത്ത് വെക്കും. വീട് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നന്നായിട്ട് ഒന്നുകൂടി നോക്കും. പിന്നെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ആരെങ്കിലും ഒന്ന് ഇട്ട് നോക്കും, അവിടെ ആരെങ്കിലും ഒക്കെ നടപ്പുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എഫക്ട് ചെയ്തില്ലെങ്കിൽ പോലും വേറൊരു വ്യക്തിക്കോ വേറൊരാൾക്കോ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ദൂരെയുള്ള ആൾക്കാണ് അപകടം ഉണ്ടാവുന്നതിൽ പോലും നമുക്ക് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനത്തിന് ചില പ്രശ്നം, ഒരു മനസ്സമാധാന കുറവ് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ ഒരു മനസ്സമാധാന കുറവ് ഒരു വ്യക്തികൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് സ്റ്റേറ്റിന്റെ ഫംഗ്ഷനെ തന്നെയാണ് അവിടെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ സ്റ്റേറ്റ് തന്നെ മിക്കവാറും പാർട്ടിയായിട്ട് വരുന്നത്. കാരണം സ്റ്റേറ്റിന്റെ മെയിൻ ആയിട്ടൊരു ഫംഗ്ഷനെ തന്നെയാണ് ഒരു കുറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും അത് സ്റ്റേറ്റിനെതിരെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ക്രിമിനൽ നിയമം അല്ലെങ്കിൽ ക്രിമിനൽ നിയമ സംഹിത പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർ ആയിട്ട് സ്റ്റേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനായ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ക്രിമിനൽ നിയമം എന്ന് വെച്ചാൽ എന്താണ്? ക്രിമിനൽ നിയമ സംഹിത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും എന്തൊക്കെ കോണ്ടെക്സ്റ്റ് ആണ്, എന്തൊക്കെ പ്രവർത്തികളാണ് കുറ്റം എന്ന് പറഞ്ഞിരിക്കണം. That is, it must define which all harmful act and which all undesired contexts that are prohibited by law that can be considered as offenses. അത് മാത്രം പറഞ്ഞാൽ മതിയോ? അത് മാത്രം പറഞ്ഞാൽ പോരാ. അങ്ങനെ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെന്താണ് ശിക്ഷ എന്നും കൂടി കൃത്യമായി പറഞ്ഞിരിക്കണം. അപ്പോ പീനൽ നിയമം എന്ന് പറയുമ്പോൾ അതിൽ കുറ്റം എന്താണ്, എന്തൊക്കെ പ്രവർത്തികളാണ്, മനുഷ്യരുടെ ഏതൊക്കെ അൺഡിസൈഡ് കോണ്ടെക്ട്സ് ആണ് നിയമം വേണ്ടി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്, ക്രൈം ആയിരിക്കുന്നത്, ഒഫൻസസ് ആയിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിനെന്താണ് ശിക്ഷ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം. ഇത് മാത്രം പറഞ്ഞാൽ മതിയോ? ഇത് സത്യത്തിൽ ഇങ്ങനെ മാത്രം പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഇഫക്റ്റ് ആണ് മധുര രാജ്യത്തിൽ നമ്മൾ കണ്ടത് ആ കഥയില്. അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്താൽ അയാളെ എങ്ങനെ ഡീല് ചെയ്യണം എന്നും പറഞ്ഞിരിക്കണം. അപ്പോ എങ്ങനെ ഇത് ഡീല് ചെയ്യണം എന്ന് പറയുന്ന നിയമത്തിനെയാണ് നമ്മൾ പ്രൊസീജറൽ ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ ക്രിമിനൽ ലോ അല്ലെങ്കിൽ പീനൽ ലോ എന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് പീനൽ ലോ which defines offenses and punishment, which is called substantive criminal law, and that part of penal law which actually explains or deals with how the person who has committed the crime have to be dealt with. That is how the substantive criminal law has to be enforced. That also will be explained by a part of criminal law, and that is known as procedural criminal law. Okay. And Indian, yes. Sorry ma'am. Ma'am, ഒന്നുകൂടെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ മാം? അല്ല മാം, പിൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ വിസിബിൾ ആകുന്നുള്ളൂ. ആ ഒരു ഫോർമാറ്റിലേക്കായി പോയി. അപ്പൊ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് മാം? ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ? ആദ്യം തൊട്ടാണോ? അല്ല മാം, ഈ സ്ലൈഡ് തൊട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മാം ഒന്ന് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? പ്രസന്റേഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. സ്ലൈഡ് ഷെയർ അങ്ങനെ ഇടുന്നതിൽ കുഴപ്പമില്ലല്ലോ? അല്ല മാം, ഇത് സ്ലൈഡ് ഇപ്പൊ നമ്മൾ പിൻ ചെയ്തെങ്കിലും മാത്രമേ വിസിബിൾ ആകുന്നുള്ളൂ. ആ ഒരു ഇതിലാണ് കിടക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പ്രസന്റേഷൻ റീസ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് വന്നോളൂ. Okay, I should stop share now? Yes ma'am. Then please then again I should okay I will see. Okay. ഇപ്പൊ പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ഉണ്ട് മാം, ഉണ്ട്, കാണുന്നുണ്ട്. അപ്പം ഓക്കെ, കണ്ടിന്യൂ. സോ അപ്പോ പീനൽ ലോ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് കുറ്റങ്ങൾ, വാട്ട് ആർ ഹാർംഫുൾ, വിച്ച് ആർ ഹാർംഫുൾ ആൻഡ് അൺഡിസൈഡ് കോണ്ടാക്ട് ദാറ്റ് ഈസ് prohibited by law, that is offenses, and what should be the punishment for those misconducts, that must be explained, and that is known as substantive criminal law. That is, substantive criminal law means that branch of law which actually explains what are the offenses and what are the punishments. And procedural criminal law means how this substantive criminal law has to be enforced, because by just defining offenses and punishment is not sufficient. That is, there must be some enforcement machinery must be there to deal with the persons who are actually committing the crime. So it must be enforced, and procedure must be laid down as to how these perpetrators of crime has to be dealt with, and that is explained by procedural criminal law. And if you look into the criminal law in India, we can see that the substantive criminal law in India is Indian Penal Code, and there are other minor acts. Minor acts വെച്ച് ഒരുപാട് ക്രിമിനൽ ലോ നിയമമുണ്ട്. നമ്മുടെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് കൊണ്ടുവരാം, അതുപോലെ നർക്കോട്ടിക് ഡ്രഗ്സ് ആക്ട് കൊണ്ടുവരാം, ഫുഡ് സേഫ്റ്റി ആക്ട്സ് കൊണ്ടുവരാം, കറപ്ഷൻ ആക്ട്സ് അതിൽ കൊണ്ടുവരാം. അങ്ങനെ ക്രിമിനൽ നിയമങ്ങൾ മെയിൻ ആയിട്ട് സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ എന്താണ് ഒഫൻസ്, എന്തൊക്കെ മിസ്കോണ്ടക്ട്, ഹാർംഫുൾ കോണ്ടക്ട്, ഒരു സ്റ്റേറ്റിലെ സബ്ജക്ട് എന്തൊക്കെ ഹാർംഫുൾ കണ്ടക്ട് ചെയ്താൽ ഒഫൻസ് ആകും, അതിനുള്ള പണിഷ്മെന്റ് എന്താണ്, അങ്ങനെ പറയുന്ന ഒരുപാട് IPC ആണ് മെയിൻ ആയിട്ടുള്ള നിയമം. അതിൽ പല പല സ്പെസിഫിക് ഒഫൻസസ് പല ചാപ്റ്റേഴ്സിന്റെ അടിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അതാണ് മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ. ഇത് കൂടാണ്ട് ഒരുപാട് മൈനർ ക്രിമിനൽ ആക്ട്സ് നമ്മുടെ രാജ്യത്തുണ്ട്. പ്രൊസീജറൽ ക്രിമിനൽ ലോ ആണ് നമ്മുടെ മെയിൻ ആയിട്ട് CrPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. അതാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടും ശരിക്കും പ്രൊസീജറൽ ലോ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു
ഒരു ഫാക്ട് നമ്മൾ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്, ഏതൊക്കെ ഫാക്ടുകളാണ് തെളിവായിട്ട് എടുക്കുന്നത്, എങ്ങനെ ഈ ശേഖരിച്ച തെളിവുകൾ എങ്ങനെ അത് കോടതിയിൽ തെളിയിക്കപ്പെടണം എന്നുള്ളതെല്ലാം ഡീൽ ചെയ്യുന്നതാണ് എവിഡൻസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ക്രിമിനൽ ലോ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡും അതർ മൈനർ ആക്ട്സും, പ്രൊസീജിയറൽ ക്രിമിനൽ കോഡ് എന്ന് പറയുന്നത് CrPCയും ഇന്ത്യൻ എവിഡൻസ് ആക്ടുമാണ്. നമ്മള് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അക്യൂസറ്റോറിയൽ സിസ്റ്റം, നമ്മുടെ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് നമ്മൾ, അല്ലെങ്കിൽ അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്നും ഈ സിസ്റ്റത്തിനെ പറയും. ഈ വാക്കിൽ നിന്ന് തന്നെ കുറച്ച് പറയാം. അക്യൂസറ്റോറിയൽ എന്ന് പറയുന്നത് തന്നെ അക്യൂസ്ഡിന് ഓറിയന്റഡ് ആയിട്ടൊരു സിസ്റ്റമാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സംതിങ് ഫേവറബിൾ ടു ദ accused, that is it actually give importance to the rights of the accused. അതാണ് അഡ്വേഴ്സറിയൽ അവിടെ നിന്നോട്ടെ. അക്യൂസറ്റോറിയൽ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റത്തില് ശരിക്കും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് ആ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. അത് പ്രൂവ് ചെയ്യണം എന്നുള്ളത് ഈ സംശയാതീതമായി തന്നെ അത് തെളിയിക്കപ്പെടണം. ദാറ്റ് ഈസ് പ്രൂവ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, അത് തെളിയിക്കപ്പെടണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അതാണ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. മെയിൻ ആയിട്ടൊരു പ്രിൻസിപ്പിൾ തന്നെ അതാണ്. നമ്മൾ അക്യൂസ്ഡിന് ഫേവറബിൾ ആയിട്ടൊരു സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ആക്ച്വലി ഓൺ ദ പ്രോസിക്യൂഷൻ which has to prove beyond reasonable doubt that the accused has committed the crime. Okay, so this is a so പിന്നെ വേറൊരു കാര്യം, നമ്മൾ ക്രിമിനൽ നിയമസംഹിത നോക്കുമ്പോൾ മേജർ ക്രിമിനൽ ആക്ട്സ് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടുമാണ്. പിന്നെ ബാക്കിയുള്ളത് എല്ലാം മൈനർ ആക്ടുകളാണ്. ബാക്കി ടെററിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതെല്ലാം മൈനർ ആക്ട്സിന്റെ കാറ്റഗറിയിലാണ്, ക്രിമിനൽ ആക്ട്സ് ആണ്. അപ്പൊ മേജർ ക്രിമിനൽ ആക്ടുകളാണ് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓക്കെ, അപ്പോ ഈ മേജർ ആക്ട്സും മൈനർ ആക്ട്സും കൂടി ചേരുന്നതാണ് നമ്മുടെ ക്രിമിനൽ ലോ. ആൻഡ് they together provides effective criminal justice administration. ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോഡിന്റെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ആക്ച്വലി ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോഡ് ഈസ് ടു പ്രൊട്ടക്ട് ട്രയാങ്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ട്രയാങ്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കോഡ്, നമ്മളെ പ്രൊസീജിയർ കോഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് പ്രൊവിഷൻസ് തന്നെ അക്യൂസ്ഡിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതുണ്ട്. അതേസമയം വിക്ടിമിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് ഇത് നമുക്ക് കാണാം. ഇപ്പൊ വിക്ടിമോളജി അല്ലെങ്കിൽ പ്രൊട്ടക്ടിങ് റൈറ്റ് ഓഫ് വിക്ടിം, ആ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമുക്ക്, പ്രത്യേകിച്ച് ആഫ്റ്റർ 2005 നമ്മൾ വരുന്ന ക്രിമിനൽ അമെൻമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ വിക്ടിമിനെ പൊതുവെ 1984 ഒരു ഇന്റർനാഷണൽ ലോ തന്നെ വന്നിട്ടുണ്ട്, ഇന്റർനാഷണൽ കവനൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിക്ടിംസ് 1980s ശേഷം, അപ്പൊ അതിനുശേഷം ത്രൂ ഔട്ട് ദ വേൾഡിൽ തന്നെ there is a trend favoring victim in criminal justice administration. അപ്പൊ അതിന്റെ ഒരു reflection that can be seen in criminal justice system in India also. So we can see that in many amendments, especially 2013 amendment after Nirbhaya case, you can see that some amendments are made in Indian Penal Code as well as in Criminal Procedure Code protecting rights of victim. And of course it is to protect the interest of society at large, because detecting crime, investigation of crime and prosecuting the offenders etc., that is actually the interest of the society, interest of public at large. So the objective of any criminal procedure or criminal justice administration is actually to protect triangulation of interest. Triangulation of interest means to protect the interest of the accused, victim and society. And if you look from another perspective, we can see that when you look into the provisions of CrPC, we can see that the objective is of course investigation and punishment of offenders. At the same time it also has its objective to prevent crime. ഇങ്ങനെ ഒരു കാര്യവും കൂടി നമുക്ക് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ IPCയിലെ മേജർ ആക്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ജസ്റ്റ് ഇന്ന ഹാംഫുൾ കോണ്ടാക്ട്സ് ഒക്കെ ഒഫൻസ് ആണ്, അതിന്റെ പണിഷ്മെന്റ് ഇന്നത് എന്ന് പറഞ്ഞു പോകുന്നു. എവിഡൻസ് ആക്ടിലാണെങ്കിൽ എന്തൊക്കെ ഇതാണ് നമ്മൾ റെലവെന്റ് ആയിട്ട് തെളിവായിട്ട് എടുക്കുന്നത്, അത് എങ്ങനെ കോടതി തെളിയിക്കപ്പെടണം എന്ന് പറയുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിലാണ്
ഈ പറഞ്ഞ പോലെ എങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ ഉടനെ പോയി തലവെട്ടാൻ പറ്റില്ലെന്നോ, അങ്ങനെ തലവെട്ടുന്ന ഒരു സിസ്റ്റം അല്ല നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അക്യൂസിറ്റോറിയൽ സിസ്റ്റം ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് ഈസ് ഗിവൻ പ്രീഡോമിനൻസ്, അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഓൾസോ ഗിവൻ ഇമ്പോർട്ടൻസ്. അപ്പൊ അതുമുണ്ട്. അപ്പോ നമ്മുടെ പ്രൊവിഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന രണ്ട് കാര്യം, പണിഷ്മെന്റ് ഓഫ് ദ ഒഫൻഡർ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്. അറ്റ് ദ സെയിം ടൈം പ്രിവെന്റീവ് പ്രൊവിഷൻസും അതിലുണ്ട് എന്ന് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ മെയിൻ്റനൻസ് പ്രൊസീഡിങ്സ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CrPC 125 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. അതായത് മാതാപിതാക്കളെ നോക്കാതിരിക്കുക, കുട്ടികളെ നോക്കാതിരിക്കുക, വൈഫിനെ നോക്കാതിരിക്കുക. അപ്പൊ ഫാമിലി ലോ അനുസരിച്ചിട്ട് റെമഡി ഉണ്ടെങ്കിൽ CrPC 125 അനുസരിച്ചിട്ട് റെമഡി ഉണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് ശരിക്കും ഈ മാതാപിതാക്കളോ ഈ വൈഫോ കുട്ടികളോ ഒക്കെ ആരും നോക്കാനില്ലാതെ അലഞ്ഞു നിരന്ന് നടക്കരുത്, പ്രിവെന്റ് വാഗൻസി, അതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ അങ്ങനെ പ്രിവെൻഷൻ നമ്മുടെ CrPCയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. സോ നോട്ട് ഓൺലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആൻഡ് പണിഷ്മെന്റ് ഓഫ് ഒഫൻഡേഴ്സ്, ബട്ട് ഓൾസോ പ്രിവെന്റിംഗ് ദ കമ്മീഷൻ ഓഫ് ക്രൈം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ക്രിമിനൽ ലോയുടെ തന്നെ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ we have seen that offenses are defined and punishment is provided by IPC. Procedure of investigation and trial is provided in CrPC. How evidence is adduced and what facts are relevant, that is provided in Indian Evidence Act. And what is the procedure on conviction? ഇവിടെയാണ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഓൾട്ടർനേറ്റീവ്സ് ടു കൺവിക്ഷൻ, അവിടെയാണ് പ്രൊബേഷൻ ഓഫീസർക്ക് വളരെയധികം റോള് വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അഡ്മോണിഷൻ വഴി വിടാം, പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്യണോ ഇല്ലയോ, CrPC തന്നെ സെക്ഷൻ 360 ആൻഡ് 361 ഉണ്ടെന്ന് നമുക്കറിയാം. അതനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പൊ സെന്റൻസ് ചെയ്യുന്നതിന് പകരമായി അവരെ നല്ല നടപ്പിന് വിടുകയോ ഇല്ലെങ്കിൽ ശാസിച്ചോ അവരെ വെറുതെ വിടാം എന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ പ്രിവെൻഷൻ ഓഫ് ഒഫൻസസ്, ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇനി നമ്മളിപ്പോ CrPCയിലൂടെ ജനറൽ ആയിട്ടൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് എത്താം. അപ്പൊ ക്രിമിനൽ പ്രൊസീജിയറിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉള്ളത് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന് മാത്രമേ, ഒരു കുറ്റം കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്ട് ചെയ്യുകയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അയാൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യുകയും അയാളെ കൺവിക്ട് ചെയ്യുകയും മാത്രമല്ല, ഇത് കൂടാണ്ട് തന്നെ പ്രിവെൻഷൻ, കുറ്റം ചെയ്യാതിരിക്കാനുള്ള ചില കാര്യങ്ങളും കൂടി നോക്കണം. പോലീസിന് പ്രിവെന്റീവ് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സിന് ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്യാതിരിക്കാനുള്ള അങ്ങനെ നോക്കുവാനുള്ള ചില ജുഡീഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇനി അപ്പോ നമ്മൾ ഇതുവരെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ സമ്മപ്പ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ എന്നുള്ളത് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ് ലോ ആയ IPCയിൽ പറയുന്നുണ്ട്. പക്ഷെ IPCയിൽ ഒരു ഒഫൻസിന് ജനറൽ ആയിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ജനറൽ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റം, ഹ്യൂമൻ ബോഡിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കുറ്റം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കുറ്റങ്ങൾ, പ്രോപ്പർട്ടിയെ ബാധിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറഞ്ഞ പല തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരു സ്പെസിഫിക് ഒഫൻസസ് ആയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ പക്ഷേ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നുണ്ട്. അതാണ് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ CrPC എടുത്ത് നോക്കുമ്പോൾ ഈ കുറ്റം ചെയ്യുന്ന കുറ്റത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ IPCയിലെ ജസ്റ്റ് വിച്ച് ഓൾ ഹാർംഫുൾ കോണ്ടക്ട് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ ആൻഡ് വിച്ച് ക്യാൻ ബി ടേംഡ് ആസ് ഒഫൻസ് ആൻഡ് വാട്ട് ഈസ് ദ പണിഷ്മെന്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസസ് ബേസ്ഡ് ഓൺ ദ സീരിയസ്നെസ് ഓഫ് ദ ഒഫൻസ്, that is provided in CrPC. For example, the CrPC classifies offenses in various categories: cognizable and non-cognizable offense. Cognizable means serious, non-cognizable is not serious. പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ആ ഒരു ഇത് വെച്ചിട്ടാണ് അവിടെ പറയുന്നത്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ, അതായത് ജാമ്യം കിട്ടുക, ജാമ്യം കിട്ടാതിരിക്കുക. കോമ്പൗണ്ടബിൾ ആൻഡ് Ma'am.
Anushri ma'am. Sorry for the inconvenience. Ma'am will join us as soon as possible. Sorry for the inconvenience. Anushri ma'am. Yes. You can hear me now, no? Yes, ma'am. We can hear you. Continue, ma'am. Okay. അപ്പം PPT ഇപ്പം ഞാൻ ഷെയർ ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞത്? PPT. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? Yes, ma'am. PPT ഇപ്പോൾ ഷെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ സീരിയസ്നെസ് ഓഫ് ദ ഒഫൻസ് അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒഫൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. CrPCയിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെയിലബിൾ ഒഫൻസ് ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ എന്ന് വെച്ചാൽ ജാമ്യം കിട്ടുന്ന ഒഫൻസ്, നോൺ ബെയിൽ വെച്ചാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസ്, കൊഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാം. അതായത് അത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. വാറന്റ് ഒക്കെ കിട്ടാൻ പോവുകയാണെങ്കിൽ ആള് രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ cognizable offense means it's very serious offense where police officer can arrest a person without warrant. Okay, cognizable, serious. So without warrant police officer can arrest. Non-cognizable means not serious. Appo police officer has can arrest only with warrant. Warrant odu koodi maatrame arrest cheyan pattullu. Anganeyulla offense. പിന്നെ കോമ്പൗണ്ടബിൾ ആൻഡ് നോൺ കോമ്പൗണ്ടബിൾ. അതായത് ഒരു അത് സെക്ഷൻ 320 ഓഫ് CrPCയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ചില ഒഫൻസ് പാർട്ടീസിന് തന്നെ കോംപ്രമൈസ് ചെയ്യാം, ചില ഒഫൻസ് കോടതിയുടെ പെർമിഷനോട് കൂടി കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത്തരം ഒഫൻസ് ആണ് കോമ്പൗണ്ടബിൾ ഒഫൻസ്. പക്ഷേ ചില ഒഫൻസസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കാലത്തും കോടതിയുടെ പെർമിഷനോട് കൂടി ഒന്നും തന്നെ അത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒഫൻസിനെയാണ് നമ്മൾ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് പറയാം, ജസ്റ്റ് ഒഫൻസ് എന്താണ്, അതിന്റെ പണിഷ്മെന്റ് എന്താണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് കൃത്യമായി അത് എഫിഷ്യന്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എൻഫോഴ്സ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ വ്യക്തികളുടെ ഈ ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ക്യാൻ ബി പ്രൊട്ടക്റ്റഡ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും പറയുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡില് ശരിക്കും കൃത്യമായിട്ടൊരു മെഷീനറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ആൻഡ് ഇഫ് എ പേഴ്സൺ ഈസ് കമ്മിറ്റിംഗ് ക്രൈം. അയാളുടെ ലിബർട്ടി കേർട്ടൈൽ ചെയ്യണം. കാരണം അയാൾക്ക് വളരെയധികം ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഹി വിൽ നോട്ട് ബി അവൈലബിൾ
ഫോർ ട്രയൽ ആൻഡ് ഫോർ റിസീവിംഗ് ദ സെന്റൻസ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് എവിഡൻസ് എങ്ങനെ ആയിരിക്കണം, ഹൗ ആൻഡ് വിച്ച് അതോറിറ്റി ഹാസ് ടു കളക്ട് എവിഡൻസ്, പോലീസ് ഇസ് ഗിവൺ ദ അതോറിറ്റി. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഗിൽറ്റ് ഓർ ഇന്നസെൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ എലോബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ നടത്തണം, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജുഡീഷ്യറിക്കും ഈ പറഞ്ഞ പോലെ ചില കാര്യത്തിൽ അന്വേഷണം നടത്താം. ട്രയൽ ഒഴികെയുള്ള ബാക്കി എല്ലാ രീതിയിലും അവർക്ക് അന്വേഷണം നടത്താനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് CRPCയിൽ. അതുപോലെ തന്നെ ട്രയൽ, ഇതെല്ലാം തന്നെ വളരെ എലോബറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്, CRPCയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ CRPCയുടെ ബേസിക് കൺസിഡർ എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ട് അതിലുള്ള പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യൂസ്ഡിന് ഫെയർ ട്രയൽ ലഭിക്കണം. അതേസമയം ഈ ഇൻവെസ്റ്റിഗേഷനിലും ട്രയലിലും അധികം ഡിലേ ഉണ്ടാവാനും പാടില്ല. കാരണം ഡിലേ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൃത്യസമയത്ത് ഒഫൻഡേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യുകയും പണിഷ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് കൃത്യമായ ആ ഒരു നീതി നടപ്പാക്കുന്ന ഒരു ഇത് ലഭിക്കുകയുള്ളൂ, നീതി നിർവഹണം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിക്ടിംസിനും ആ ടൈമിൽ നീതി ലഭിക്കാത്തൊരു ഒരു കുറ്റം നടന്നിട്ട് 50 വർഷം കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞ് ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ സമൂഹത്തിന് ആ ഒരു നീതി നിർവഹണത്തിന്റെ ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊവിഷൻസും നമ്മുടെ CRPCയിലുണ്ട്. അപ്പൊ മാക്സിമം സ്പീഡി ട്രയൽ ആൻഡ് സ്പീഡി ഇൻവെസ്റ്റിഗേഷൻ അതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്ടിമിന്റെ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് റീസെന്റ് ആയിട്ട് കാണുന്നത്. ആരാണ് വിക്ടിം എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ CRPCയിൽ. അപ്പൊ ക്രൈം കമ്മിറ്റ് ചെയ്തത് കാരണം ആർക്കെങ്കിലും ലോസോ ഇഞ്ചുറിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിക്ടിം എന്ന് പറയുന്നു എന്ന് CRPCയിൽ പറയുന്നുണ്ട്. വിക്ടിം മീൻസ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് എനി ലോസ് ഓർ ഇഞ്ചുറി ബിക്കോസ് ഓഫ് ആക്ട് ഓർ ഒമിഷൻ ഓഫ് ദ അക്യൂസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർസ്, ബന്ധുക്കൾ, അവർക്ക് ഗാർഡിയൻ, ലീഗൽ ഹെയർസ്, അവർക്കും അവരെയും വിക്ടിം എന്നുള്ള കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻഷുറിങ് ഫെയർ ട്രയൽ ആണ് എന്ന് തന്നെ നമുക്ക് കാണാം. അപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അക്യൂസറ്റോറിയൽ സിസ്റ്റം അല്ലെങ്കിൽ അഡ്വേഴ്സറിയൽ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടി അഡ്വേഴ്സറീസ്, രണ്ട് പേരുകൾ തമ്മിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും. അതൊരു ഇംപാർഷ്യൽ ആയ ഒരാളുടെ മുന്നിലായിരിക്കും രണ്ടുപേരും, രണ്ട് അഡ്വേഴ്സറീസ് തമ്മിൽ അവർക്ക് പറയാനുള്ള കാര്യം പറയും. എന്നിട്ട് അതിലെന്താണോ ന്യായം എന്നുള്ളത് ആ നിഷ്പക്ഷമായ ആ അതോറിറ്റി അതിന് ഡിസിഷൻ കൊടുക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അഡ്വേഴ്സറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അഡ്വേഴ്സറിയൽ സിസ്റ്റം ആണ്. കാരണം ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ നടത്തുന്നത് പോലീസാണ്, വേറൊരു അതോറിറ്റിയാണ്. ആ തെളിവുകളുടെ ബേസിസിൽ രണ്ട് പാർട്ടീസും, ഡിഫൻസ് സൈഡും പ്രോസിക്യൂഷൻ സൈഡും കൊണ്ടുവരുന്ന എവിഡൻസും ആർഗ്യുമെന്റ്സിനെയും ബേസ് ചെയ്ത് impartial and competent judge is giving the judgment as to whether to convict or acquit the accused. Okay, so this system is called adversarial system and the parties have right to be represented by competent lawyers. നമ്മള് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പ്രോസിക്യൂട്ടറും ഉണ്ട്, അതുപോലെ തന്നെ അക്യൂസ്ഡിനെ റെപ്രസെന്റ് ചെയ്ത് ഡിഫൻസ് ലോയറും ഉണ്ട്. ഡിഫൻസ് ലോയറെ വെക്കാനായിട്ട് കഴിവില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്റ്റേറ്റ് അങ്ങനെ വെച്ച് കൊടുക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ അറിയാം, നിങ്ങൾക്ക് ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി തന്നെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അവരെ സെക്ഷൻ 12 ഓഫ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ച് ആർക്കൊക്കെ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻകം കുറവുള്ളവര്, സ്ത്രീകള്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ CRPCയിലും പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്നുണ്ട്. നമുക്ക് അത് കൂടാണ്ട് സ്പെസിഫിക് ലെജിസ്ലേഷനും ഉണ്ട് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ കോടതിയിലായിരിക്കണം വിചാരണ നടക്കേണ്ടത്. പബ്ലിക് ട്രയൽ ആൻഡ് ഓപ്പൺ വേർഡിക്റ്റ്, ഓപ്പൺ ഡിസിഷൻ തന്നെ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. പിന്നെ അതും നമ്മൾ സെക്ഷൻ 327 നമ്മൾ CRPC എടുത്ത് നോക്കുകയാണെങ്കിൽ 327 അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കോമ്പീറ്റന്റ് ജഡ്ജസ് ആണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഓരോ ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻസ്, അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാം
എത്ര വരെയുള്ള ശിക്ഷ കൊടുക്കാം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂൾ അഗൈൻസ്റ്റ് ബയസ് നമ്മൾ പറഞ്ഞു. ഒരിക്കലും ഒരു ആള് ഒരു കേസിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് ജഡ്ജ്മെന്റിൽ ഇരിക്കരുത് എന്നൊരു കാര്യം അതും വളരെ കൃത്യമായിട്ട് തന്നെ CRPC പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല പ്രമാദമായ കേസുകളും ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ വേറെ സ്റ്റേറ്റിലോട്ട് പോകുന്ന ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇമ്പാർഷ്യൽ ട്രയൽ സെക്യൂർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ ഓഫ് കേസസിനും ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊവിഷൻസ് ഉണ്ട് CRPC. പിന്നെ അതുപോലെ തന്നെ ജൂറിസ്ഡിക്ഷൻ, ഏത് കോടതിക്കാണ് ഓരോ കേസ് നടക്കുമ്പോൾ, ഓരോ കേസിനെ സംബന്ധിച്ച് ക്രിമിനൽ കേസ് നടന്നാൽ ഏത് കോടതിക്കാണ് ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്നതും വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് സെക്ഷൻ 177 to 189. അപ്പൊ അങ്ങനെ ഒരുവിധപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലും ട്രയൽ വരെയുള്ള സ്റ്റേജിലുമുള്ള എല്ലാ എങ്ങനെ ഫെയർ ട്രയൽ എൻഷുർ ചെയ്യണം എന്നുള്ളതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ട്രയലിന്റെ സമയത്ത് അക്യൂസിന് എന്തൊക്കെ റൈറ്റ് കിട്ടണം എന്ന കാര്യവും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കോടതി എന്താണ് ആ ചാർജ് എന്താണ് അക്യൂസിനെതിരെയുള്ള ആരോപണം എന്നുള്ളത് വളരെ കൃത്യമായി ഫ്രെയിം ചെയ്യണം എന്ന് പറയുന്നു. അയാൾക്കത് മനസ്സിലായില്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. സെക്ഷൻ 228 240 ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അക്യൂസിന്റെ പ്രസൻസിൽ തന്നെ ആയിരിക്കണം മിക്കവാറും അത് എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അക്യൂസ്ഡിന്റെ അത് പക്ഷെ ചില സമയത്ത് ചില എക്സെപ്ഷൻസിൽ പ്ലീഡർ വഴിയിട്ട് പറ്റാമെന്ന് പറയുന്നുണ്ട്. ജനറൽ ആയിട്ട് അക്യൂസ്ഡിന്റെ പ്രസൻസിൽ വേണം, അദ്ദേഹത്തിന്റെ പ്രസൻസിൽ വേണം തെളിവെടുപ്പ് നടത്താൻ, അദ്ദേഹത്തിന് ക്രോസ് എക്സാമിനേഷനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെന്റ് ഡിസിഷനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും കൂടി സമഗ്രമായി അക്യൂസിന്റെ എല്ലാ റൈറ്റും സമഗ്രമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ്, അതായത് ഈ അക്യൂസിന് വളരെ അക്യൂസിന്റെ റൈറ്റിന് ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കാതെ പക്ഷെ അതേസമയം ഈ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് ടു പ്രോസിക്യൂട്ട് ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം ആൻഡ് പ്രോസിക്യൂട്ട് ആൻഡ് പണിഷ് ദ ഒഫൻഡർ, അതിനും കൂടുതൽ ഒരു വില നൽകിക്കൊണ്ട്, ദാറ്റ് ഈസ് ഒരു ബാലൻസിങ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് CRPC നമുക്ക് കാണാൻ സാധിക്കുന്നത്. That the principle of balancing of interest, individual interest and public interest, that can be seen if you look into the provisions of CRPC. And you can see that CRPC actually provides for all, some functionaries who are the enforcement machineries, that is like police, public prosecutor, defense counsel, courts and correctional service, where you are that probation officers are also associated with this. So these are the main functionaries under the code. ഇതില് കോഡ് ആക്ച്വലി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നില്ല. പോലീസ് ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ സിസ്റ്റം ഉണ്ട്, പ്രോസിക്യൂഷൻ സിസ്റ്റം ഉണ്ട് എന്നൊരു അസംഷനിലാണ് കോഡ് പോകുന്നത്. അപ്പൊ പോലീസാണ് ഇൻവെസ്റ്റിഗേഷനുള്ള എല്ലാ പവേഴ്സും പോലീസിനാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറാർക്കി ഒന്നും അവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറിന്റെ ഈ പറഞ്ഞ പോലെ പബ്ലിക് പ്രോസിക്യൂട്ടറിനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 7 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ആളിനാണ്. ഒരു ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ഉണ്ട്. പിന്നെ സ്റ്റേറ്റിന്റെ കേസ് പ്രോസിക്യൂഷൻ വർക്ക് എല്ലാം ചെയ്യുന്നത് പ്രോസിക്യൂട്ടർ ആണ്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് പ്രോസിക്യൂട്ടർ. അപ്പൊ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോസിക്യൂട്ടർ ആണ്. അവരത് എങ്ങനെ ചെയ്യണം ആ ഒരു കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CRPCയിലെ 2008 അമെന്റ്മെന്റ് വഴി സെക്ഷൻ 24(8) പ്രകാരം വിക്ടിമിന് വേണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അപ്പീലിനെ വെക്കാൻ ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ വിക്ടിമിന് വേണ്ടിയും കൂടി അപ്പിയർ ചെയ്തിരുന്നത് പ്രോസിക്യൂട്ടർ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വിക്ടിമിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഡിഫൻസ് കൗൺസിലിൽ ഇത് ഞാൻ പറഞ്ഞു, CRPCയിൽ സെക്ഷൻ 304 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്, അതായത് അക്യൂസ്ഡിന് ഒരാളെ വെക്കാനായിട്ട് ഇല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ എക്സ്പെൻസിൽ വെക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി റൈറ്റ് ടു ബി ഡിഫെൻഡഡ് ബൈ ലോയർ ഓഫ് ഹിസ് ചോയ്സ്. അപ്പൊ കൺസൾട്ട് എ ലോയറിംഗ് ഓഫ് ഹിസ് ചോയ്സ്, അതിപ്പോ റൈറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റും ആണ്, അതൊരു ലീഗൽ റൈറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഒരുപാട് കേസുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് ഒരുപാട് കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. കട്രി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, സുബ്ദാസ് വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് അരുണാചൽ പ്രദേശ് എക്സെട്ര. അപ്പൊ ലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കേസ് ലോസ് അറിയാം. അപ്പൊ ജുഡീഷ്യൽ ഡിസിഷൻസ് വഴിയും ഒരു DK ബാസു കേസ് ഫേമസ് കേസാണ്. ആ കേസിൽ അക്യൂസിന് ഒരുപാട് റൈറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ആ റൈറ്റ്സ് അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ CRPCയിൽ അമെന്റ്മെന്റ് വഴി അത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ
ഉള്ള കാര്യം. ഇത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിൽ സെക്ഷൻ 12 ആർക്കൊക്കെയാണ് ലീഗൽ എയ്ഡ്, ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തും ഒരേപോലെ, അതായത് സ്റ്റേറ്റിനെ കാരണം ഇക്വാളിറ്റി ഓഫ് ആർംസ് എന്നുള്ളതാണ് ക്രിമിനൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഇക്വാളിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ട് ഭാഗത്തിനും ഒരേപോലെ ആർംസ് ഉണ്ടാവണം. കാരണം അഡ്വേഴ്സറി സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ഇതിന് ചെയ്യാനായിട്ട് വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ലോയറും ഇപ്പൊ പൂവർ ആയിട്ടുള്ളൊരു അക്യൂസ്ഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് റെപ്രസെന്റ് ചെയ്യാൻ ആരുമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് നിയമം വളരെ കൃത്യമായി അത് നിഷ്കർഷിക്കുന്നുണ്ട്. നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് കോടതികളാണ്. നമ്മൾ CRPC നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോടതികളെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളുമുണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അവർക്ക് കൂടുതലായിട്ട് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, ഇപ്പൊ ക്രിമിനൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയറിന്റെ ഒരു ഒബ്ജക്റ്റീവ്, പ്രൊസീജിയർ കോഡിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് നോക്കുമ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രോസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് ക്രൈം ഈസ് ഓൾസോ ആൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൈം പോലെയുള്ള ഇത് ചെയ്യണമെന്ന്, അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സാധാരണ കോടതി ഗോ ടു കോർട്ട് and make applications there, and that will be a cumbersome process. But to avoid the delay and to give speedy justice, executive magistrates are also given powers under CrPC to do certain judicial function, especially dealing with prevention of crime. അപ്പൊ അതുകൊണ്ട് if you look into the scheme of CrPC, you can see that not only judicial magistrate but even executive magistrates are given power. ഇപ്പൊ നിങ്ങൾക്ക് അത് ഒന്നുകൂടി നന്നായിട്ട് അറിയാം. 144 പ്രഖ്യാപിച്ചു എന്ന് പറയും. CrPCയിൽ 144 ആണ്. അൺലോഫുൾ അസംബ്ലി, 5 കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്. പത്തനംതിട്ടയിലാണ് ഇത് എപ്പോഴും കൂടുതൽ പ്രഖ്യാപിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതെന്തായാലും നിങ്ങൾക്ക് അറിയാം. അത് ശരിക്കും ഒരു പ്രിവെന്റീവ് ഫംഗ്ഷൻ ആണ്. പ്രിവെന്റീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മജിസ്റ്റീരിയൽ പവർ അനുസരിച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ CrPCയുടെ സ്കീം അനുസരിച്ചിട്ട് നമ്മളപ്പോ നോക്കുമ്പോൾ അതൊരു പ്രിവെന്റീവ് ജൂറിസ്ഡിക്ഷൻ, പ്രിവെന്റീവ് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, പ്രിവെന്റീവ് ജസ്റ്റിസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അല്ലാതെ ഇപ്പൊ ജുഡീഷ്യൽ കോർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടാതെ സെഷൻസ് കോടതി ഉണ്ട്. സെഷൻസ് കോടതിക്ക് ഡെത്ത് പെനാൽറ്റി വരെയുള്ള, ഡെത്ത് പെനാൽറ്റിയും കൂടി ഉള്ള ഏത് സെന്റൻസ് വേണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും കൊടുക്കാം, ഇൻക്ലൂഡിംഗ് ഡെത്ത് പെനാൽറ്റി. പക്ഷെ ഡെത്ത് പെനാൽറ്റിയുടെ കേസിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ദേ ഷുഡ് ഗെറ്റ് കൺഫർമേഷൻ ഫ്രം ദ ഹൈക്കോർട്ട്. പിന്നെ അസിസ്റ്റന്റ് സെഷൻസ് കോടതികളുണ്ട്. അസിസ്റ്റന്റ് സെഷൻസ് കോടതിക്ക് 10 years വരെയും, പിന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് 7 വർഷം വരെയും, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണെങ്കിൽ 3 year 5,000 rupees ഫൈൻ അങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറ്റം ചെയ്യുന്ന ആൾക്ക് അതനുസരിച്ചിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന കാര്യവും പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് പറയുന്ന എൻഫോഴ്സ്മെന്റ് മെഷീനറിയാണ് പ്രസന്റ് അതോറിറ്റീസും കറക്ഷണൽ സർവീസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് പക്ഷെ ഇതിന്റെ എക്സിസ്റ്റൻസ് പേഴ്സ്യൂം ചെയ്യാണ്. നമ്മൾ പോലീസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവർ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രയൽ നടക്കുന്ന സമയത്ത് ഇവരെ ജയിലിലോട്ട് വിടേണ്ടി വരും. അതുപോലെ തന്നെ ചില സമയം കുറ്റം ചെയ്ത് കഴിഞ്ഞ് കുറ്റക്കാരനാണെന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാലും ഇവരെ ഈ പറഞ്ഞ പോലെ ജയിലിലോട്ട് വരും. അവിടെയാണ് പ്രിസൺ അതോറിറ്റീസിന്റെ റോള് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നതിന് പകരം, കൺവിക്ട് ചെയ്യുന്നതിന് പകരം അയാളെ നല്ല നടപ്പിന് വിടുകയോ ശാസിക്കുകയോ ചെയ്തിട്ട് വിടാം. അങ്ങനെയുള്ള ഇതുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഇതില് അത് ഏകദേശം ഉണ്ട് എന്നൊരു പ്രിസംഷനിലാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ CrPC എൻഫോഴ്സ്മെന്റ് എങ്ങനെ ചെയ്യണം, അതിനുള്ള അതോറിറ്റീസ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ കണ്ടു, ഇപ്പൊ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അയാളെ പെട്ടെന്ന് തന്നെ അങ്ങ് ശിക്ഷിക്കാൻ പറ്റില്ല. അയാൾക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒപ്പം തന്നെ സമൂഹത്തിന്റെ ഇൻട്രസ്റ്റ്, സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ്, that is to see that this offender is punished, that is also given predominance. അപ്പൊ അതുകൊണ്ട് തന്നെ state is interested to see that the person who has committed the crime, he should be made answerable before law. അപ്പൊ അത് കാരണം sometimes this liberty has to be curtailed, and for that purpose there are provisions regarding arrest. അപ്പൊ അറസ്റ്റിന്റെ പ്രൊവിഷൻസും
എലോബറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് CRPC. ആൻഡ് വൺ തിങ് യു ഹാവ് ടു നോട്ട് ബെയർ ഇൻ മൈൻഡ് ഈസ് ദാറ്റ് ഈവൻ എ പ്രൈവറ്റ് പേഴ്സൺ വരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് പേഴ്സണ് അദ്ദേഹത്തിന് മുമ്പിൽ കൊഗ്നൈസബിൾ ഒഫൻസ് ഇസ് വെരി സീരിയസ് ഒഫൻസ് ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്, അത് വളരെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒഫൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റക്കാരനാണെന്ന് പ്രൊക്ലെയിം ചെയ്യപ്പെടുന്ന ആളുകൾ, ഇവരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം സാധാരണ പ്രൈവറ്റ് പേഴ്സണ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ CRPC നോക്കുകയാണെങ്കിൽ കാണാവുന്നത്. അപ്പൊ കുറ്റം ചെയ്ത ആളെ ആർക്ക് വേണമെങ്കിലും അയാളുടെ ലിബർട്ടി കേർട്ടൈൽ ചെയ്യാനുള്ള ഒരു പവർ മജിസ്ട്രേറ്റിന് പവർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ ഒരാൾ കുറ്റം ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസിൽ കുറ്റം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് പോലീസിനും അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് നമുക്കറിയാം. കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസിലൊക്കെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. CRPC അനുസരിച്ച് ഒരുപാട് സെക്ഷൻ 41 ക്ലോസ് 1 നോക്കുകയാണെങ്കിൽ ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിലൊക്കെയാണ് അവർക്ക് പ്രൊക്ലെയിംഡ് ഒഫൻഡർ, ഒരു ആംഡ് ഫോഴ്സിൽ നിന്ന് ചാടിയ ആളുകൾ, കൊഗ്നൈസബിൾ ഒഫൻസ് അവരുടെ പ്രസൻസിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നവർ, ഇവരെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം, ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് പാലിക്കണമെന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആള് ആരാണ് അറസ്റ്റ് ചെയ്യുന്നത്, ആ ആളുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കാണിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു ടാഗ് അദ്ദേഹം വേറെ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് റെസ്ട്രെയിൻറ്റ് എംബോസ്, ഈ വിലങ്ങ് വെക്കുന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യൂസ്ഡിനും ഒരുപാട് റൈറ്റ്, അതിന് വളരെ അടുത്ത ബന്ധുവിനെ അറിയിക്കാനുള്ള അവകാശമുണ്ട്, മെഡിക്കൽ എക്സാമിനേഷനുള്ള അധികാരമുണ്ട്, ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് ഫീമെയിൽസ് ആണ്, അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫീമെയിൽ മെഡിക്കൽ പ്രാക്ടീഷണർ പ്രസന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവരെ സാധാരണ സന്ധ്യയ്ക്ക് ശേഷവും സൺസെറ്റിന് ശേഷവും സൺറൈസിന് മുമ്പായിട്ട് അവരെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെയും മാക്സിമം ഫീമെയിൽ പോലീസ് ഓഫീസേഴ്സിന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ ഒരു കുറ്റം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ലിബർട്ടി കേർട്ടൈൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കേർട്ടൈൽ ചെയ്യാം. കേർട്ടൈൽ ചെയ്ത് അയാളെ ആ നിയമത്തിന് അനുസൃതമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ അവകാശങ്ങളും പോലീസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ അവകാശം അബ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യവും CRPCയിൽ വളരെ കൃത്യമായി എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് CRPCയുടെ പ്രൊവിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെ 24 മണിക്കൂറിന് മുമ്പിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നത്, ആ ട്രാവൽ ടൈം ഒഴികെയുള്ള. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസർ അത് അറിഞ്ഞിരിക്കണം. ഒരു സബ്ജക്ട് ഓഫ് സ്റ്റേറ്റിന്റെ ലിബർട്ടി കേർട്ടൈൽ ചെയ്താൽ a judicial officer must be made known that the liberty of that person is curtailed. So judiciary will, the code is actually jealously protecting the liberty of the citizen citizen. That is why this provision is incorporated. So beyond 24 hours a person shall not be detained, and if at all detained he should be produced before the magistrate within 24 hours. And not only that, if it is a bailable case, bail is a matter of right. And if you look into the provisions of CRPC, section 167 CRPC, അത് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും CRPC envisage ചെയ്യുന്ന സ്പീഡി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സ്പീഡി ട്രയൽ ആണ്. പക്ഷേ CRPCയിൽ പറയുന്നത് വിതിൻ 24 hours ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ്. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് 24 hours കഴിഞ്ഞും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. എന്നിട്ട് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലോട്ട് റിമാൻഡ് ചെയ്യാം. എന്നിട്ട് ഈ 15 ദിവസത്തിനുള്ളിൽ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് കോഡ് ആക്ച്വലി അനുശാസിക്കുന്നത്. പക്ഷേ 15 ദിവസവും കഴിഞ്ഞില്ലെങ്കിൽ 90 ദിവസം വരെയോ അല്ലെങ്കിൽ 60 ദിവസം വരെയോ ഈ ഒഫൻസിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 90 ദിവസം എന്നുള്ളത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒഫൻസിനെല്ലാം 90 ദിവസത്തിൽ കൂടുതൽ, 10 വർഷത്തിൽ കുറവ് ശിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ 60 ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാം. അതിൽ 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ ബെയിലിൽ വിടാമെന്നും
ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ബെയിൽ എന്നുള്ളത് അപ്പൊ ബെയിലബിൾ ഒഫൻസ്, ജാമ്യം കിട്ടാവുന്ന ഒഫൻസിന് ബെയിൽ ഒരു മാറ്റർ ഓഫ് റൈറ്റ് ആണ്. പക്ഷെ നോൺ ബെയിലബിൾ ഒഫൻസിലും ഈ പറഞ്ഞ പോലെ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതും. പക്ഷെ അവിടെയും പറയുന്നുണ്ട് 16 വയസ്സിന് താഴെയുള്ള ആളുകൾ അവർക്ക് ബെയിൽ കൊടുക്കാം. അതുപോലെ തന്നെ സിക്ക് ആൻഡ് ഇൻഫേം പേഴ്സൺ അവർക്ക് ബെയിൽ കൊടുക്കാം. ഇഫ് ദേ ആർ നോട്ട് ചാർജ്ഡ് വിത്ത് ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അതുപോലെ വുമൺ ആണെങ്കിൽ ബെയിൽ കൊടുക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോൺ ബെയിലബിൾ ആണെങ്കിൽ പോലും ചില സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബെയിൽ ആൻഡ് നോട്ട് ജയിൽ, ദാറ്റ് ഈസ് അനദർ പ്രിൻസിപ്പിൾ ഓഫ് CrPC. That is, CrPC actually wants to ensure that a person's liberty is not unnecessarily curtailed. At the same time, it ensures that a person who is committing the crime, he should be brought before law, and he should be answerable before law, and he should be given proper proportionate punishment. He should be convicted and provided proportionate punishment for the offense which he has committed. So that is the principle. Okay. Then so thus we can see so a type of balancing of public interest and individual interest can be seen. And then if you look into chapter 12, which deals with investigative power of police, investigative power of police ilum ee parnja pole endana investigation ennu parayunnundu. Police adayithu എവിഡൻസ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊസീഡിങ്സും ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് എല്ലാ പ്രൊസീഡിങ്സും ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതിൽ വരുമെന്ന് പറയുന്നുണ്ട്. എപ്പോഴൊക്കെ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? FIR എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതായത് ഒരു ഓർഗനൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിനെ അറിയിക്കുമ്പോൾ അദ്ദേഹം അത് എഴുതിയെടുത്ത് അത് ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞു വന്ന ആൾക്ക് അത് വായിച്ച് കേൾപ്പിച്ച് അദ്ദേഹത്തിന് ഒപ്പിട്ട് വാങ്ങി അദ്ദേഹത്തിന് അതിന്റെ ഒരു കോപ്പി കൊടുക്കണം. അത് ജനറൽ ഡയറിയിൽ എഴുതി വെക്കണം. അപ്പോഴാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ എന്നിട്ട് അദ്ദേഹത്തിന് ഈ ഒഫൻസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇതിൽ പറയുന്നത്, ഇപ്പൊ സപ്പോസ് ഈ ഒഫൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നൽകുന്ന വ്യക്തി ഒരു വുമൺ ആണ്. നമ്മളിപ്പോ അതൊക്കെ CrPCയിൽ 2013 അമെന്റ്മെന്റിന് ശേഷം വന്നിട്ടുള്ളതാണ്. ആസിഡ് അറ്റാക്ക് നടന്നിട്ട് അങ്ങനെയുള്ള കേസസിൽ, അതുപോലെ സെക്ഷൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വിക്ടിം തന്നെ, വുമൺ വിക്ടിം തന്നെയാണ് പറയുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ വുമൺ പോലീസ് ഓഫീസർ ഓർ വുമൺ ഓഫീസർ എന്ന് വളരെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ്, ഈ കേസിൽ കോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ FIR കൊടുത്തിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് ജുഡീഷ്യൽ ഡിസിഷൻസ് വഴി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പൊ സ്ത്രീകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വുമൺ പോലീസ് ഓഫീസർ അത് റെക്കോർഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി ഓർ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ റെസിഡൻസിൽ അല്ലെങ്കിൽ ആ ആൾക്ക് സൗകര്യപ്രദമായ സ്ഥലം എവിടെയാണോ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഇന്റർപ്രറ്റർ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിക്ടിമിന് ഇപ്പൊ ആസിഡ് അറ്റാക്ക് അല്ലെങ്കിൽ സെക്ഷൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റാക്കോ അവരുടെ ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആസ് വെൽ ആസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കൊടുക്കണം എന്ന് CrPCയിൽ പറയുന്നു. സോ വി ഹാവ് സീൻ ദാറ്റ് ദി റീസെന്റ് ട്രെൻഡ് ഈസ് ആക്ച്വലി ടുവേർഡ്സ് പ്രൊട്ടക്ടിങ് വിക്ടിം റൈറ്റ്സ്, ഒരു വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് സിസ്റ്റത്തിലോട്ടും കൂടി വരുന്നുണ്ട്. അപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഒരു ബാലൻസിങ് ദ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ അക്യൂസ്ഡ് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നൗ വി ക്യാൻ സീ ദാറ്റ് ദ ട്രെൻഡ് ഈസ് ആക്ച്വലി ദർ ഈസ് എ മൂവ്മെന്റ് ടുവേർഡ്സ് പ്രൊട്ടക്ടിങ് ദ വിക്ടിം ഓൾസോ. വിക്ടിം മീൻസ് ഓൾസോ actually victim was earlier considered as part of public at large, but now victim is treated separately. There is a trend to treat victims separately and to see that justice is rendered to him. Okay, so പിന്നെ ഇതുപോലെ തന്നെ പോലീസിന് വേണമെങ്കിൽ ഇൻഫർമേഷൻ ഇല്ലാണ്ട് തന്നെ if he has suspicion as to commission of crime, അങ്ങനെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറപ്പെടാം. അതുപോലെ തന്നെ ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്ന് ഓർഡർ കിട്ടുകയാണെങ്കിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള
ആ സ്ഥലം സന്ദർശിക്കുക, അവിടെയുള്ള സാഹചര്യങ്ങളും ഫാക്ട്സും വിലയിരുത്തുക, ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് ഏകദേശം കണ്ടെത്തുക, എന്നിട്ട് ആരൊക്കെയാണ് ഇപ്പൊ അക്യൂസ്ഡ് അല്ലെങ്കിൽ സാക്ഷികളായിട്ടുള്ളവരെ വിസ്തരിക്കുക. ഈ സാക്ഷികളായിട്ടുള്ളവരെ വിസ്തരിക്കുമ്പോൾ ശരിക്കും 161 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മാത്രമേ കോടതിയിലെ തെളിവായിട്ട് സ്വീകരിക്കുള്ളൂ. ഈ പോലീസ് ചോദിക്കുമ്പോൾ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന എല്ലാ സംഗതികളും ഒരു വ്യക്തി കൊടുക്കണം, പറയാൻ ബാധ്യസ്ഥനാണ്, ഇന്ററോഗേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പൊ ആ വ്യക്തിയെ ഒരു ക്രിമിനൽ ചാർജിലോ പെനാൽറ്റിയിലോ ഫോർഫിച്ചറിലോ എക്സ്പോസ് ചെയ്യുന്നതായിട്ടുള്ള വിവരം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണ്ട എന്നും പറയുന്നുണ്ട്. അപ്പൊ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങളെല്ലാം പറയാം, പക്ഷെ അദ്ദേഹത്തിനെ തന്നെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന റൈറ്റ് അഗൈൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ, അങ്ങനെ ഒരു റൈറ്റ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയും അദ്ദേഹത്തിനെ തന്നെ ക്രിമിനൽ ചാർജിൽ എക്സ്പോസ് ചെയ്യുന്ന വിവരം കൊടുക്കാൻ ഒരു ബാധ്യതയും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഒഫൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ദാറ്റ് മസ്റ്റ് ബി റെക്കോർഡഡ് ബൈ എ വുമൺ പോലീസ് ഓഫീസർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പോലീസിന് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും നമ്മൾ ഒപ്പിടാൻ ബാധ്യസ്ഥമല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ പോലീസ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വഴിയും അവർക്ക് തെളിവ് ശേഖരിക്കാം, അതുപോലെ തന്നെ സെർച്ച് നടത്തിയും തെളിവ് ശേഖരിക്കാം. പക്ഷെ സെർച്ച് നടത്തി തെളിവ് ശേഖരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ സെർച്ച് നടത്തി തെളിവ് ശേഖരിക്കാനുള്ള പ്രൊവിഷൻ CRPC കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു വ്യക്തിയുടെ പ്രൈവസിയാണ്, അതൊരു വീട് പ്രൈവസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാതിരിക്കേണ്ട എന്ന് കോഡ് പറയുന്നില്ല, CRPC പറയുന്നില്ല. കാരണം പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒരു വ്യക്തിയുടെ വീട്ടിനുള്ളിൽ വരെ നമുക്ക് സ്റ്റേറ്റിന് കയറി ചെല്ലാൻ അവകാശമുണ്ട്. In order to see that an offense is exposed and an offender is punished, but there also there are certain general conditions which are to be satisfied, which would protect the right of the person in whose property search is being conducted. ഈ പറഞ്ഞ പോലെ independent witnessന് മുന്നിലായിരിക്കണം. What are the things that are seized? There should be a list that must be delivered to the owner. Section 100 of CRPC-യിൽ ഉള്ള കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം പോലീസിന് വൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. വൈഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പവേഴ്സ് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. Actually, the court doesn't want that every citizen must be given a right which is absolute. Court actually is trying to balance that. For privacy interference, court permit ചെയ്യുന്നുണ്ട്, provided certain safeguards are in place. And finally, if the police is forming an opinion that on the basis of evidence collected that the person has committed the crime, police may file charge sheet before charge sheet under section 173. പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യും. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് പവേഴ്സും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് കാണാവുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസിങ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രൈമാ ഫേസി ഒരു കേസ് ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കും. ഉടനെ തന്നെ പോലീസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ട്രയൽ സ്റ്റാർട്ട് ചെയ്യില്ല, ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇനി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ഒഫൻസിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ഇപ്പൊ സമ്മൺസ് കേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 വർഷത്തിൽ കുറവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ആണ് കേസുകളാണ് സമ്മൺസ് കേസ്. വാറന്റ് കേസ് എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളാണ് വാറന്റ് കേസ്. അപ്പൊ സമ്മൺസ് കേസ് ആണെങ്കിൽ സമ്മൺസ് ഇഷ്യൂ ചെയ്യും, വാറന്റ് കേസ് ആണെങ്കിൽ സമ്മൺസോ വാറന്റോ ഇഷ്യൂ ചെയ്യും. ഇത് മടക്കിയാൽ മാത്രമാണ് വേറെ ഇതിലോട്ട് പ്രൊസീഡിങ്സിലോട്ട് പോകുന്നത്. പ്രൊക്ലമേഷൻ, അതുപോലെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊസീഡിങ്സിലോട്ട് പോകും. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ ഒഫൻസിന്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ട് ഈ അക്യൂസ്ഡിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള ചില പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് കോർട്ട് വിൽ ഗിവ് ഓൾ ദ കോപ്പീസ് ഓഫ് പോലീസ് സ്റ്റേറ്റ്മെന്റ്. പോലീസ് സ്റ്റേറ്റ്മെന്റിനോട് കൂടി ഉള്ള എല്ലാ കോപ്പീസും, അതായത് ഈ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യം, അതായത് ആ അക്യൂസ്ഡിന് ഡിഫൻസിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആക്കി കൊടുക്കും. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ട്രയല് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീഡിങ്സ് ഒക്കെ വെച്ചുകൊണ്ട് ട്രയൽ പ്രൊസീഡിങ്സ് അവിടെ
സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ വരെ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരെയുള്ള ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുന്ന രീതിയിലായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ട്രയൽ പ്രൊസീജിയർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഈ സീരിയസ്നെസ് ഓഫ് ഒഫൻസ് തന്നെയാണ് അവിടെയും ബേസിസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ട്രയൽ 4 തരത്തിലുള്ള ട്രയൽ പ്രൊസീജിയർ ശരിക്കും പറയുന്നുണ്ട്. സെഷൻസ് കോടതിയുടെ മുന്നിലുള്ള ട്രയല്, അതുപോലെ ട്രയൽ ഓഫ് വാറന്റ് കേസ് ബൈ മജിസ്ട്രേറ്റ് വാറന്റ് കേസ് എങ്ങനെ ട്രയൽ ചെയ്യുന്നത്, അപ്പൊ പിന്നെ ട്രയൽ ഓഫ് സമ്മൺസ് കേസ് ബൈ മജിസ്ട്രേറ്റ് ആൻഡ് സമ്മറി ട്രയൽ, ഇങ്ങനെ 4 തരത്തില് ട്രയലിനെ തരംതിരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ട്രയലുകൾ നമ്മൾ analyze ചെയ്താലും we can see that the first 2 type of trials is adopted in warrant case. അപ്പൊ warrant seriousness of the offense തന്നെയാണ് that is made the basis to classify different types of trial also. And last 2 types that is adopted in summons case. കാരണം summons case the procedure is not so elaborate. Charge frame ചെയ്യണ്ട, പക്ഷേ the nature of the accusation, the gist of accusation must be explained. അങ്ങനെയുള്ള പ്രൊസീജിയർ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ആണ് സമ്മൺസ് കേസിലുള്ളത്. അപ്പൊ സീരിയസ്നെസ് ഓഫ് ഒഫൻസ് തന്നെയാണ് അവിടെയും ഒരു ബേസിസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ we can see that if you look into the provisions of CrPC, we can see that the code is trying to balance the conflicting individual interest and public interest. പിന്നെ ഗിൽറ്റി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ once court finds that the person is guilty, judgment must specify the offense with which and the law under which the accused is convicted and also the punishment to which he is sentenced. And if it is acquittal, then it must state the offense with which accused is acquitted and direct that he be set at liberty. Convicted ചെയ്യുകയാണെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ സെന്റൻസിൽ അപ്രോപ്രിയേറ്റ് ഹിയറിംഗ് കൊടുക്കണം. ഈ പണിഷ്മെന്റിനെ സംബന്ധിച്ചും ഒരു ഹിയറിംഗ് കൊടുത്തിട്ട് മാത്രമേ സെന്റൻസ് ഇമ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും ഇപ്പൊ സെന്റൻസ് ഇമ്പോസ് ചെയ്തു എന്ന് കഴിഞ്ഞിട്ടും അവിടെ കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഇതിന് റിവ്യൂ പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പീൽ വഴി പോകാം, റിവിഷൻ വഴി പോകാം, റെഫറൻസ് വഴി പോകാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ അക്യൂസ്ഡിന്റെ റൈറ്റ് വളരെ ജസ്റ്റ് ആയിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അറ്റ് ദ സെയിം ടൈം കോഡ് ഹാസ് ഓൾസോ എൻഷുർഡ് ദാറ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ദ detection of crime, investigation of crime and prosecution of offender, that is also protected. And I have told that the recent trend is actually protecting victims right ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ victims right പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പൊ വിക്ടിമിന് തന്നെ ലോയറിനെ അപ്പോയിന്റ് ചെയ്യാം. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു നേരത്തെ ചെയ്തത്, പക്ഷെ ഇപ്പൊ വിക്ടിമിന് തന്നെ ഒരു ലോയറിനെ വെക്കാമെന്ന് കാണുന്നു. അതുപോലെ തന്നെ വിക്ടിമിന് വേണമെങ്കിൽ അക്യൂസ്ഡിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് CrPC അനുസരിച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് നമ്മൾ ഒത്തുതീർപ്പാക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ വരും. അത്തരം കേസുകളിൽ വിക്ടിമിന് വലിയ വൈഡർ റോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. പിന്നെ പ്ലീ ബാർഗെയിനിങ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീ ബാർഗെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രയലിന് മുമ്പുള്ള ഒരു ചർച്ച പോലെയാണ്. അതായത് സെന്റൻസ് കുറയ്ക്കുക അല്ലെങ്കിൽ ചാർജിന്റെ സീരിയസ്നെസ് കുറയ്ക്കുക. അപ്പൊ അങ്ങനെ അതായത് ബാർഗെയിൻ ചെയ്യാണ്. ഈ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവിടെ വിക്ടിമിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. 2005 ക്രിമിനൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സീരിയസ് ഒഫൻസസിൽ അത് പറ്റില്ല. കാരണം അത് 7 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ശിക്ഷ കിട്ടാവുന്ന ഒഫൻസിൽ അത് പറ്റില്ല. 7 വർഷത്തിൽ കുറവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസിൽ മാത്രമേ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ശിക്ഷ വാങ്ങിക്കുക, ശിക്ഷയിൽ ബാർഗെയിൻ ചെയ്യുക, അതുപോലെ ചാർജിൽ ബാർഗെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് വളരെ സീരിയസ് ആയിട്ട് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ കൺട്രി അതിനെ എഫക്ട് ചെയ്യുന്ന ഒഫൻസസ് ആണെങ്കിൽ പ്ലീ ബാർഗെയിനിങ് പറ്റില്ല. അതുപോലെ ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസിന് പ്ലീ ബാർഗെയിനിങ് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർക്കെതിരെയുള്ള ഒഫൻസ് ഇതിനൊന്നും പ്ലീ ബാർഗെയിനിങ് പറ്റില്ല. അപ്പൊ ഇങ്ങനെ പ്ലീ ബാർഗെയിനിങ് ഒരു കൺസെപ്റ്റ് ഇൻകോർപ്പറേറ്റ് 2005 ശേഷം വരുന്ന ഇതില് ഇപ്പൊ വിക്ടിംസ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാം. പിന്നെ മെയിൻ ആയിട്ട് വിക്ടിമിന്റെ റൈറ്റിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് വിക്ടിംസ് റൈറ്റ് കോമ്പൻസേഷന് നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ട് പ്രൊവിഷൻസ് കുറെ പ്രൊവിഷൻസ് ഉണ്ട് നമുക്കിവിടെ. അപ്പൊ വിക്ടിം കോമ്പൻസേഷൻ ആണത് സെക്ഷൻ 357 CrPC അനുസരിച്ച്. ഇപ്പൊ കോടതി ഇപ്പൊ ഒരാളെ ഇംപ്രിസൺമെന്റിന് ശിക്ഷിക്കും ഒപ്പം ഫൈനും കൂടി ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഈ
വേണമെങ്കിൽ കോടതിക്ക് പറയാം ഈ ഫൈനിൽ നിന്നൊരു ഭാഗം അല്ലെങ്കിൽ ഫൈൻ മൊത്തമായിട്ട് തന്നെ ഇപ്പൊ പ്രോസിക്യൂഷന് ഉണ്ടായിട്ടുള്ള ചെലവ് അതിലേക്കായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കാണോ ഇഞ്ചുറി ഉണ്ടാ വിക്ടിം, അയാൾക്ക് കൊടുക്കാം എന്ന് പറയാം. അതുപോലെ തന്നെ ഫേറ്റൽ ആക്സിഡന്റ്സ് ആക്ട് അനുസരിച്ചിട്ട് ഡാമേജസ് റിക്കവർ ചെയ്യാൻ, ആക്സിഡന്റ് കേസസിൽ ഡാമേജ് റിക്കവർ ചെയ്യാൻ അർഹതപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ഈ മരിച്ചുപോയ ആക്സിഡന്റ് മരിച്ചുപോയ ആളുകളുടെ ആശ്രിതര്, അവർക്ക് ഈ പണം കൊടുക്കാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ പ്രോപ്പർട്ടി ഒഫൻസ്, തെഫ്റ്റ്, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ അങ്ങനെയുള്ള ഒഫൻസ് ചെയ്യുമ്പോൾ, അതുപോലെ സ്റ്റോളൻ പ്രോപ്പർട്ടി കൈവശം വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ ഈ പ്രോപ്പർട്ടി ചിലപ്പോൾ അതിന്റെ ഒറിജിനൽ ഓണർക്ക് തിരിച്ചു കൊടുക്കും. ചിലപ്പോൾ ചില ആളുകള് ഇത് അറിയാണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ആളുകൾക്ക് ഒരു നഷ്ടം ഉണ്ടാവും. അപ്പൊ ഈ ഇമ്പോസ് ചെയ്ത ഫൈൻ അവർക്ക് കൊടുക്കാനായിട്ടൊക്കെ വേണമെങ്കിൽ കോടതിക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട് സെക്ഷൻ 357. ഇനിയിപ്പോ ഫൈൻ പാർട്ട് അല്ലാത്ത ഫൈൻ, ഇപ്പോ ഒഫൻസ് പറയുമ്പോൾ അതിന് ശിക്ഷ പറയും. ആ ശിക്ഷയുടെ ഒപ്പം തന്നെ ഫൈനും ശിക്ഷയുടെ ഭാഗമായിട്ട് പറയാത്ത ഒഫൻസ് ആണെങ്കിലും കോടതിക്ക് വേണമെങ്കിൽ കോമ്പൻസേഷൻ വിക്ടിമിന് കൊടുക്കാൻ ആവശ്യപ്പെടാം എന്ന് സെക്ഷൻ 357 പ്രകാരം പറയുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന വിക്ടിം കോമ്പൻസേഷൻ സ്കീമിനെ പറ്റി CrPCയിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ വിക്ടിമോളജി, വിക്ടിംസ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രെൻഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് ഇവിടെ ആക്ച്വലി ഒരു ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്കീമാണ്. അപ്പൊ ഇങ്ങനെ വിക്ടിംസിന് കോമ്പൻസേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് കോമ്പൻസേഷൻ, ക്രൈം കാരണം അല്ലെങ്കിൽ ലോസ് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് ഫണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഹു റിക്വയർ റീഹാബിലിറ്റേഷൻ, അപ്പൊ അതിനുള്ള ഒരു സ്കീമാണ്. അപ്പോൾ കോടതി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഏത് അതോറിറ്റിയാണോ, ഏത് ലീഗൽ സർവീസ് അതോറിറ്റിയാണോ അത് കൊടുക്കാനുള്ള ആയിട്ടുള്ളവര്, അവർക്ക് ഇതിന്റെ എമൗണ്ട് എത്രയാണെന്ന് തീരുമാനിക്കാം. അപ്പം എപ്പോ കോടതിക്ക് റെക്കമെൻഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അതായത് 357 അനുസരിച്ച് കോമ്പൻസേഷൻ അത്ര മതിയാവില്ല എന്ന് തോന്നുക, റീഹാബിലിറ്റേഷൻ നടത്താനായിട്ട് മതിയാവില്ല എന്ന് തോന്നുകയോ, അല്ലെങ്കിൽ ചില സാഹചര്യത്തില് ഈ പറഞ്ഞ പോലെ അക്യൂസിനെ വെറുതെ വിടും, പക്ഷെ അവിടെയും വിക്ടിമിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, അദ്ദേഹത്തിന് റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസസിലും കോടതിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കേസസിലെല്ലാം ലീഗൽ സർവീസ് അതോറിറ്റി അവരെന്റെ ക്വാണ്ടം നിശ്ചയിച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ട്രെൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കോർട്ട് റെക്കമെൻഡ് ചെയ്യാണ്ട് തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് എയ്ഡ് വിക്ടിമിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒഫൻഡറിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്തു, അങ്ങനെയുള്ള കേസിലും വിക്ടിം അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് കോമ്പൻസേഷൻ, അതായത് ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ല ലീഗൽ സർവീസ് അതോറിറ്റിയിലോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവര് ഈ അതോറിറ്റി എൻക്വയറി നടത്തിയതിനു ശേഷം അഡ്വക്കേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ 2 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ സഫറിങ്സ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കണം എന്നും ഇത് പറയുന്നുണ്ട്. ഇന്ററിം റിലീഫ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഇവിടെ പ്രൊവിഷൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ IPC-യിൽ ശരിക്കും ആസിഡ് അറ്റാക്കും അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസും ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ പണിഷ്മെന്റിൽ തന്നെ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു ഇത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കോമ്പൻസേഷൻ കൂടാതെയാണ് ഈ കോമ്പൻസേഷൻ എന്ന് എടുത്ത് പറയുന്നുമുണ്ട്. പിന്നെ വിക്ടിമിന് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത്തരം കേസുകളിലെല്ലാം തന്നെ ഏത് ഹോസ്പിറ്റലായാലും, അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും ശരി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും ശരി, ദേ ഷുഡ് ഇമീഡിയറ്റ്ലി പ്രൊവൈഡ് ഫ്രീ മെഡിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി ഇൻഫോം ദ പോലീസ് ഓഫ് ദിസ് ഇൻസിഡന്റ്. അപ്പോ we can see that there is a trend towards protecting victims' right also. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്നത് ഇപ്പൊ ഓൾട്ടർനേറ്റീവ്സ് ടു പണിഷ്മെന്റും കൂടി വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല നടപ്പിന് വിടുകയോ അഡ്മോണിഷൻ വഴി അവരെ ശിക്ഷിക്കാതെ ഈ പറഞ്ഞ പോലെ അങ്ങനെ വിടുകയോ ചെയ്യാം. അപ്പൊ സെന്റൻസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അവരിങ്ങനെ നല്ല നടപ്പിന് വിടുകയോ ശാസിച്ചിട്ട് അവരെ വിടുകയോ ചെയ്യാം എന്ന് അങ്ങനെയും പറയുന്നുണ്ട്. നമുക്ക് സെക്ഷൻ 360 ആൻഡ് 361 ഓഫ് CrPCയിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ CrPC നമ്മൾ ജനറൽ ആയിട്ട് എന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ്
it actually tries to protect triangulation of interest. It is protecting the right of the accused, right of public at large in seeing that there is proper investigation and prosecution of offender, and also see that right of victim is also protected. So try to see that. At the same time, there is also objective to see that there must be prevention of crime also must be there. So that is also an objective. So the next topic which we are going to deal with is actually the preventive justice, the principle, how principle of preventive justice is incorporated in CrPC. So we are going to deal with that, the security proceeding. The prevention of crime is also an objective of criminal justice administration. So that is also the objective of CrPC. So the next slide, security for next PPT, security for keeping peace and good behavior, section 106 to 124. വളരെ കുറച്ച് പ്രൊവിഷൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ആക്ച്വലി പ്രിവെന്റീവ് ജസ്റ്റിസ് ആണ്. ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ്സ് പ്രിവെൻഷൻ ഓഫ് ക്രൈം. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. കാരണം സമൂഹത്തില് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ ലോയുടെ ഒബ്ജക്റ്റീവ് തന്നെ to help the state, to give aid to the state to maintain peace and order. And when a crime is committed, actually this main function of state is actually there is an interference with that function of the state. That is why state is an interested party as far as criminal proceedings is concerned. And നമ്മൾ അതിനെ തന്നെ പറഞ്ഞാണ്. അപ്പോൾ prevention of crime, that is also an objective of state, that is also an objective of criminal justice administration. And we know that maintenance proceedings ന്റെ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് പറഞ്ഞാൽ അവർ ക്രൈം കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് നോയിസൻസ്, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർഡർഡ് ആണ് റോഡ് ശരിയാക്കാൻ. 123 പ്രൊസീഡിങ്സ് ആണ് അത്. അതുപോലെ 144 അൺലോഫുൾ അസംബ്ലി കൂടാതെ ഡിസ്പോസ് ചെയ്യാനുള്ളത്, ഇതൊക്കെ പ്രിവെന്റീവ്. അതുപോലെ പോലീസിന് കൊടുത്തിട്ടുണ്ട് പ്രിവെന്റീവ് പവേഴ്സ്. അപ്പൊ അങ്ങനെ ഇവിടെ പ്രിവെന്റീവ് ജസ്റ്റിസ് എൻഷുർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ഈ പറഞ്ഞ പോലെ 106 to 124 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ വീടുകളിൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ അച്ഛനമ്മയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെറിയ വികൃതികളൊക്കെ കാണിക്കുമ്പോ, ഇനി നിനക്ക് ഈ പറഞ്ഞ പോലെ TV കാണണമെന്നുണ്ടെങ്കിൽ നീ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയാറുണ്ട്. ഇല്ലെങ്കിൽ ഇനി നീ TV 2 ദിവസത്തേക്ക് നീ TV കാണണ്ട, നീ ഒന്നും പഠിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നിരിക്കുകയാണ്, നീ ഒന്നും പഠിച്ചിട്ടില്ല, 2 ദിവസത്തേക്ക് നീ TV കാണണ്ട എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഒരു ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ശരിക്കും ഒരു ഗ്യാരണ്ടി വാങ്ങുകയാണ്. അതായത് സമാധാനം നിലനിർത്തും, അതുപോലെ ഇനിമേൽ ഗുഡ് ബിഹേവിയർ എൻഷുർ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു ബോണ്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഷുവറിറ്റിയോട് കൂടിയോ ഷുവറിറ്റി ഇല്ലാതെയോ ബോണ്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ സെക്യൂരിറ്റി 2 തരത്തിലാണ് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. സമാധാനം നിലനിർത്താനും ഗുഡ് ബിഹേവിയറിന് വേണ്ടി 2 തരത്തില് സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് എന്ന് പറയുന്നത് സെക്ഷൻ 106 and 107. അതില് ഒരു വ്യക്തിയെ കൺവിക്ട് ചെയ്യുമ്പോൾ ബോണ്ട് വാങ്ങാം, മേ ബി വിത്ത് ഓർ വിതൗട്ട് ഷുവറിറ്റി. അതുപോലെ തന്നെ ഈ അല്ലാതെ കൺവിക്ഷൻ അല്ലാതെയും ഇഫ് ദർ ഈസ് അപ്രിഹെൻഷൻ ഓഫ് ബ്രീച്ച് ഓഫ് പീസ്, അത്തരം കേസുകളിലും സെക്യൂരിറ്റി മേ ബി ഡിമാൻഡഡ്. പിന്നെ സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ, ഇനി നല്ല നടപ്പ് ഉണ്ടാവും എന്ന് അങ്ങനെയും ഒരു ബോണ്ട് വാങ്ങാം. അത് ആരുടെ അടുത്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. അതായത് സെഡീഷ്യസ് മാറ്റേഴ്സ്, രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ്. സെഡീഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, രാജ്യത്തിന്റെ ഇതൊക്കെ ബാധിക്കുന്ന, അഖണ്ഡതയൊക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ സൊസൈറ്റിയുടെ മൊറൽസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള മാറ്റേഴ്സ് ഡിസമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്ന്, അതുപോലെ സസ്പെക്ടഡ് പേഴ്സൺസ്, കുറ്റം ചെയ്തിട്ടുണ്ട് സസ്പെക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ, പിന്നെ ഹാബിച്വൽ ആയിട്ട് ചില ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആളുകൾ, ഇവരുടെ അടുത്തു നിന്നാണ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ സാധാരണയായിട്ട് വാങ്ങാറുള്ളത്. അപ്പൊ സെക്യൂരിറ്റി 2 തരത്തിലാണ് സെക്യൂരിറ്റി പറ്റി പറയുന്നത്. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് എന്ന് പറയുന്നത് അത് 106 പ്രകാരവും 107 പ്രകാരമാണ്. 106 പ്രകാരമാണെങ്കിൽ when a person is convicted at the time of passing the sentence ആണ് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏത് കോടതികൾക്ക് അത് കോടതിയാണ്, കാരണം കൺവിക്ട് ചെയ്യുന്നത് കോടതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
കോടതിയാണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്, സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്. അവിടെ കോർട്ട് ഓഫ് സെക്ഷൻ, അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, പിന്നെ അപ്പലേറ്റ് സ്റ്റേജിലുള്ള കോടതികളും അല്ലെങ്കിൽ റിവിഷൻ സ്റ്റേജിലുള്ള കോടതികൾക്കും ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഓൺ കൺവിക്ഷൻ. അപ്പൊ ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ട് സെന്റൻസ് പാസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഇനി മേലിൽ ഒരു ഗ്യാരണ്ടി വാങ്ങാവുന്നതാണ്, ബോണ്ട് എഴുതി വാങ്ങാവുന്നതാണ്. ഇനി സമാധാനം കാത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോണ്ട് വാങ്ങാവുന്നതാണ്. കാരണം അത് ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന സമയത്ത് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ്, സമാധാന ബോണ്ട് എഴുതി വാങ്ങാവുന്നതാണ്. അപ്പൊ അത് ഏത് സാഹചര്യത്തിൽ പറയുന്നുണ്ട്, അതായത് ചില സ്പെസിഫൈഡ് ഒഫൻസസ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഒഫൻസ് ഈ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒഫൻസിന് ആ ഒഫൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ട് അതിന് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുമ്പോഴാണ് ഇവിടെ ശിക്ഷിക്കുന്നത്. സോ when a person is convicted for any of the specified offenses under this section or for abetting that, okay, and the court feels that it is necessary to take security for keeping peace, and at the time of passing sentence they may demand that bond may be executed with or without surety for keeping peace for a maximum period of 3 years. അപ്പൊ സമാധാനം നിലനിർത്താനുള്ള ആ ഒരു ബോണ്ട് സെക്യൂരിറ്റി വാങ്ങുന്നത് ഒന്നിലും ഒരു വ്യക്തി ഒരു ഒഫൻസ് ചെയ്തിട്ട്, ചില ഒഫൻസസ് എടുത്ത് പറയുന്നുണ്ട്. ഒഫൻസസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് IPCയിലെ ചാപ്റ്റർ 8 പ്രകാരമാണ്. അതായത് സമാധാനം, പബ്ലിക് ട്രാൻക്വിലിറ്റി എഫക്ട് ചെയ്യുന്ന ഒഫൻസസ് ആണ് അതെല്ലാം തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒഫൻസ്, അതിൽ ചില ഒഫൻസിനെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് ക്ലാസ് തമ്മിലുള്ള എനിമിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്, നാഷണൽ ഇന്റഗ്രേഷനെ ബാധിക്കുന്നത്. അതുപോലെ 154 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ലാൻഡിൽ അൺലോഫുൾ അസംബ്ലി അല്ലെങ്കിൽ റയറ്റ് നടത്തുകയാണെങ്കിൽ അയാൾക്ക് ലയബിലിറ്റി കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒഫൻസ് ഒഴികെ ബാക്കി എല്ലാ ഒഫൻസും, അതായത് സമാധാനം എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒഫൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒഫൻസ് ചെയ്യുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ അങ്ങനെ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബോണ്ട് വാങ്ങാം. അത് കോടതിക്കാണ് വാങ്ങാനുള്ള അവകാശമുള്ളത്. 3 വർഷം വരെ ബോണ്ട് വാങ്ങാവുന്നതാണ്. അത് ഷുവറിറ്റിയോട് കൂടിയോ ഷുവറിറ്റിയില്ല, ജാമ്യക്കാരോ ജാമ്യക്കാരില്ലാതെയോ ആ ബോണ്ട് വാങ്ങാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒഫൻസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് അസോൾട്ട്, ക്രിമിനൽ ഫോഴ്സ്, ഇതൊക്കെ IPCയിൽ പറയുന്ന ഒഫൻസ് ആണ്. അപ്പൊ ഈ ഒഫൻസസിനും ഇതുപോലെ തന്നെയാണ്. അതുപോലെ ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്ന് പറയുന്ന ഒഫൻസ്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് ബ്രീച്ച് ഓഫ് പീസ്, സമാധാനം അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും അത്തരം ഒഫൻസസിലെല്ലാം തന്നെ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് സെന്റൻസ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സമാധാനം നിലനിർത്താൻ വേണ്ടി ഒരു ഗ്യാരണ്ടി പോലെ ഈ സെക്യൂരിറ്റി വാങ്ങാവുന്നതാണ്. അത് കോടതിയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ്. അപ്പൊ 2 തരത്തിലാണ് സെക്യൂരിറ്റി ഉള്ളത്, സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ good behavior. But keeping peace, it is obtained while court sentences a person, and while court convicts a person, and when sentence is imposed for committing any particular specified offense under this section or for abetting that offense. And 107 അനുസരിച്ചിട്ടും പിന്നെ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് ദിസ് കൺവിക്ഷൻ ഈസ് സെറ്റ് aside on appeal or otherwise, in that case the bond will become void. Okay. പിന്നെ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ഇൻ അതർ കേസസ്. അപ്പോൾ ഒരു വ്യക്തിയെ സമാധാനം, പബ്ലിക് ട്രാൻക്വിലിറ്റി ഒഫൻസസിന് അല്ലെങ്കിൽ ഫോർ കമ്മിറ്റിംഗ് ബ്രീച്ച് ഓഫ് പീസ് പോലെയുള്ള ഒഫൻസിന് കൺവിക്ട് ചെയ്തിട്ട് സെന്റൻസ് ഇമ്പോസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് ഗുഡ് ബിഹേവിയർ ഫോർ എ പീരീഡ് ഓഫ് 3 years വിത്ത് ഓർ വിത്തൗട്ട് ഷുവറിറ്റി ഡിമാൻഡ് ചെയ്യാവുന്നതാണ് നമ്മൾ കണ്ടു. ആൻഡ് സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് വേറെ ചില കേസസിലും കൂടി പറ്റും, അതർ ദാൻ കൺവിക്ഷൻ. അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ CrPCയുടെ സ്കീം എടുക്കുകയാണ്, എൻഫോഴ്സ്മെന്റ് മെഷീനറി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അഡ്ജുഡിക്കേറ്ററി പവേഴ്സ് കൊടുക്കുമ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സിന് മാത്രമല്ല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ്, കാരണം CrPCയുടെ ഒബ്ജക്റ്റീവ് പ്രിവെന്റിംഗ് ക്രൈമുമാണ്. പ്രിവെൻഷൻ ഓഫ് ക്രൈം, ദാറ്റ് ഈസ് ഓൾസോ ഒബ്ജക്റ്റീവ്. ഈ പ്രിവെൻഷൻ ഓഫ് ക്രൈമിന് ഇമീഡിയറ്റ് സ്റ്റെപ്സ് ആർ necessary. If you go through the procedure of court, it will take long time, and sometimes the achieved purpose may not be attained. So that is why executive magistrates, they are also given certain judicial powers to deal with prevention of crimes, and these magistrates, when they exercise these powers, they are also considered as criminal courts. Okay, appo
അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സമാധാനത്തിന്റെ ബോണ്ട് ഫോർ കീപ്പിംഗ് പീസ് വാങ്ങാവുന്നത് അത് പറയുന്നുണ്ട്. അതായത് ഇവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് വാങ്ങുന്നത്, ഇവിടെ ആരെയും കൺവിക്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ദാറ്റ് ഈസ് എ പേഴ്സൺ ഈസ് likely to commit breach of peace or disturb public tranquility, or he will do some act which will affect peace. And if he is forming an opinion that there is sufficient ground for proceeding, in that case he can make an order under section 107. അപ്പോൾ ഒരു വ്യക്തി ഒരു ബ്രീച്ച് ഓഫ് പീസ് അല്ലെങ്കിൽ പീസ് പബ്ലിക് ട്രാൻക്വിലിറ്റി സമൂഹത്തിന്റെ ആ സമാധാന സന്തുലിത അവസ്ഥ അത് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യും എന്ന് തോന്നുകയാണെങ്കിൽ, അത് പ്രൊസീഡ് ചെയ്യാമെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പീസ് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ബോണ്ട് തീർച്ചയായിട്ടും വാങ്ങാം. ഈ ബോണ്ടും ജാമ്യക്കാരോട് കൂടിയോ ജാമ്യക്കാരില്ലാതെയോ വാങ്ങാം. പക്ഷെ ഇത് 1 വർഷത്തേക്കാണ്. അപ്പൊ 2 തരത്തിലുള്ള ബോണ്ട് ഫോർ സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് 2 തരത്തിലുണ്ട്. ഓൺ കൺവിക്ഷൻ, അതായത് ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാൻക്വിലിറ്റി, ഒരു സമൂഹത്തിന്റെ സമാധാനം എന്തെങ്കിലും രീതിയിൽ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുന്ന അയാള് കുറ്റക്കാരനാണെന്ന് കോടതികൾ കണ്ടെത്തുമ്പോൾ, കൺവിക്ട് ചെയ്യുന്ന സമയത്ത് സെന്റൻസ് പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോണ്ട് വാങ്ങാം. അത് വിത്ത് ഓർ വിതൗട്ട് ഷുവറിറ്റി ആവാം. കോടതിയാണ് വാങ്ങുന്നത് 3 വർഷത്തേക്ക്. പക്ഷെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മറ്റ് കേസസിൽ, അതായത് കൺവിക്ട് ചെയ്യാത്ത കേസസിൽ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടുകയാണ് ഏതെങ്കിലും വ്യക്തി, അതായത് അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഇങ്ങനെ ഒരു ഒഫൻസ്, ഇങ്ങനെ ബ്രീച്ച് ഓഫ് പീസോ ഡിസ്റ്റർബൻസോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു ഭയം ഉളവാക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇവർക്ക് ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോണ്ട് വാങ്ങാവുന്നതാണ്. അത് ജാമ്യക്കാരോട് കൂടിയോ അല്ലാതെയോ ആവാം. ജാമ്യക്കാർ വേണം നിർബന്ധമില്ല. അത് 1 വർഷത്തേക്കാണ് ബോണ്ട്. അപ്പൊ സെക്യൂരിറ്റി പ്രൊസീജിയറിന് 2 തരത്തിലുള്ള സെക്യൂരിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് വൺ ഓൺ കൺവിക്ഷൻ, ദാറ്റ് ഈസ് എ പേഴ്സൺ കമ്മിറ്റിംഗ് ഒഫൻസസ്, certain specified offenses, and on abetting that offense and he is found guilty, and on conviction when sentence is passed, security is demanded. And the other cases when there is an apprehension as to committing breach of peace or disturbance, etc., in that case executive magistrate is demanding security, and it is for 1 year, it may be with or without surety. Okay, then ini parayunnathellam ഇനി പറയുന്നത് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ആണ്. സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കേസസിലാണ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഡിമാൻഡ് ചെയ്യുന്നത്. ഒന്ന്, സെഡീഷ്യസ് മാറ്റേഴ്സ് ഡിസമിനേറ്റ് ചെയ്യുക. ഇവിടെയും ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് പവർ കൊടുത്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇപ്പൊ സപ്പോസ് ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഒരാള് സെഡീഷ്യസ് മാറ്റേഴ്സ് ഇങ്ങനെ ഡിസമിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വ്യക്തി ആ ജൂറിസ്ഡിക്ഷനിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ആ ജൂറിസ്ഡിക്ഷനിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജാമ്യക്കാരില്ലാതെയോ ജാമ്യക്കാരോട് കൂടിയോ ഗുഡ് ബിഹേവിയറിന് ഒരു ബോണ്ട് വാങ്ങാം. അത് 1 വർഷത്തേക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ സെഡീഷ്യസ് മാറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ സെഡീഷ്യസ് മാറ്റേഴ്സ് ഇവിടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്, കാരണം ഇത് പ്രിവെന്റീവ് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പൊ ഇവിടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് ഈ സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊരു അറിവ് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്നൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാങ്ങാവുന്നതാണ്. അപ്പൊ എന്താണ് സെഡീഷ്യസ് മാറ്റർ എന്നും പറയുന്നുണ്ട്. സെഡീഷ്യസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് IPCയിലെ ചില ഒഫൻസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സെഡിഷൻ തന്നെ ഒരു ഒഫൻസ് ആണ്. അതായത് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന രീതിയിൽ വാക്കാലോ എഴുത്തുകുത്ത് വഴിയോ വേറെ എന്തെങ്കിലും ആശയവിനിമയ മാധ്യമങ്ങൾ വഴിയോ ഒക്കെ രാജ്യത്തിന്റെ ഇതിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ, സോവറിനിറ്റിയൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതെല്ലാം തന്നെ അതൊക്കെ സെഡിഷൻ എന്ന് പറഞ്ഞ ഒഫൻസിന്റെ അടിയിൽ വരും. അതുപോലെ നമ്മൾ 153A നേരത്തെ പറഞ്ഞു, അതായത് ഒരു ക്ലാസിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ നാഷണൽ ഇന്റഗ്രേഷനെ അഫക്ട് ചെയ്യുന്നത്, അതുപോലെ റിലീജിയസ് ഫീലിംഗ്സ് ഔട്ട്റേജ് ചെയ്യുക. റിലീജിയസ് ഫീലിംഗ്സ് ഔട്ട്റേജ് ചെയ്താലും അതും രാജ്യത്തിനെ അഫക്ട് ചെയ്യും. കാരണം
ഈ പറഞ്ഞ പോലെ ലഹള അതുപോലെയുള്ള റൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും എഫക്ട് ചെയ്യും. പിന്നെ ഈ ജഡ്ജസിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് അവരെ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലോ ഒരു ക്രിമിനൽ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലുള്ള മാറ്റേഴ്സ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ഒബ്സീൻ ആയിട്ടുള്ള മാറ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസമിനേറ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ സെഡീഷ്യസ് മാറ്റർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പൊ if a person is if the executive magistrate is receiving information that within his jurisdiction any person is trying to disseminate seditious matters, he can make an order for executing the bond for good behavior. But good behavior ആണ്, not keeping pace. Good behavior maybe with or without surety for 1 year. അപ്പൊ പിന്നെ ഉള്ളത് ഗുഡ് ബിഹേവിയറിൽ തന്നെ വരുന്നത് സസ്പെക്റ്റഡ് പേഴ്സൺസിന്റെ അടുത്ത് നിന്നും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇതുപോലെ വാങ്ങാവുന്നതാണ്, സെക്യൂരിറ്റി വാങ്ങാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുഡ് ബിഹേവിയർ വാങ്ങാവുന്നത് സെഡീഷ്യസ് ബോണ്ട് വാങ്ങാവുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ സെഡീഷ്യസ് മാറ്റേഴ്സ് ഡിസമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്ന്, രണ്ടാമത് ഫ്രം സസ്പെക്റ്റഡ് പേഴ്സൺസിന്റെ അടുത്തുനിന്നും ഇങ്ങനെ വാങ്ങാവുന്നതാണ്. അപ്പൊ ഇവിടെയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, കാരണം ഇത് അഗൈൻ പ്രിവെന്റീവ് ആണ്, കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നില്ല, പക്ഷെ പ്രിവെന്റീവ് ആയിട്ട് വരുന്ന ഇതാണ്. ഇവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇൻഫർമേഷൻ കിട്ടുകയാണ്, അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ ഒരാള് ഈ പറഞ്ഞ പോലെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് തന്നെ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെ കൺസീൽ ചെയ്യുന്ന രീതിയിൽ ചില ആക്ഷൻസ് എടുക്കുന്നുണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് സസ്പീഷൻ ദാറ്റ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊരു സസ്പീഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വിത്ത് ഓർ വിതൗട്ട് ഷുവറിറ്റി 1 ഇയറിലേക്ക് ഇതുപോലെ ഒരു ബോണ്ട് വാങ്ങാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സസ്പെക്റ്റഡ് പേഴ്സൺസിന്റെ അടുത്തുനിന്ന് ഗുഡ് ബിഹേവിയറിനാണ് കേട്ടോ, ഗുഡ് ബിഹേവിയറിന് വാങ്ങാവുന്നത് ഡിസമിനേറ്റിംഗ് സെഡീഷ്യസ് മാറ്റേഴ്സ്, പിന്നെ ഫ്രം സസ്പെക്റ്റഡ് പേഴ്സൺസ്. പിന്നെ ഗുഡ് ബിഹേവിയറിന് സെക്യൂരിറ്റി വാങ്ങാവുന്നത് ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ അടുത്തുനിന്നാണ്. അപ്പൊ ഹാബിച്വൽ ആയിട്ടുള്ള ഒഫൻഡേഴ്സ്, ഇപ്പൊ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇൻഫർമേഷൻ കിട്ടാൻ അദ്ദേഹത്തിന്റെ അധികാര പരിധി ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ അങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പക്ഷെ ഇവിടെ 3 വർഷത്തേക്കാണ് അത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്നുള്ളത് ജാമ്യക്കാരോട് കൂടി തന്നെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇതിന് മുമ്പുള്ള കേസസിൽ ഒന്നും തന്നെ അങ്ങനെ പറയുന്നില്ല, അവിടെയൊക്കെ വിത്ത് ഓർ വിതൗട്ട് ഷുവറിറ്റീസ് ആണ്. പക്ഷെ ഹാബിച്വൽ ഒഫൻഡേഴ്സിന്റെ അടുത്തുനിന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ബോണ്ട് വാങ്ങുമ്പോൾ അത് 3 വർഷത്തേക്കാണ്. നമ്മൾ കൺവിക്ഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ 3 വർഷത്തേക്കാണ് വാങ്ങുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകത, ഉള്ളി വിത്ത് ഷുവറിറ്റീസ് ആണ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ ഫോർ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത, കാരണം ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഹാബിറ്റായിട്ട് റെസിഡിവിസം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് റോബറി, ഹൗസ് ബ്രേക്കിംഗ്, റിസീവർ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി, അതുപോലെ ഇതുപോലെ തീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, പിന്നെ കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, കൗണ്ടർ ഫീറ്റിംഗ് കോയിൻസ്, ഫോർജ്ഡ് ബാങ്ക് നോട്ട്സ് കൗണ്ടർ ഫീറ്റ് ചെയ്യുക, കറൻസി നോട്ട് കൗണ്ടർ ഫീറ്റ് ചെയ്യുക, പിന്നെ ബ്രീച്ച് ഓഫ് പീസ് പോലെയുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ ചില ആക്ടുകൾ പറയുന്നുണ്ട്, ഫെറ ആക്ട്, പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, കസ്റ്റംസ് ആക്ട്, അങ്ങനെയുള്ള ചില ക്രിമിനൽ നിയമങ്ങൾ പറയും. ഇതൊക്കെ വയലേറ്റ് ചെയ്യുക, ഹാബിച്വൽ ആയിട്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് ഗുഡ് ബിഹേവിയർ, അവർ നല്ല ഗുഡ് ബിഹേവിയർ, നല്ല നടപ്പ് അവരുടെ പ്രതീക്ഷിക്കുക. അപ്പൊ അതിനൊരു ഗ്യാരണ്ടി വാങ്ങാം. അപ്പൊ അങ്ങനെയുള്ള ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് വാങ്ങാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് അറിയുകയാണെങ്കിൽ വാങ്ങാം. അത് 3 വർഷം വരെയാണ് വാങ്ങാവുന്നത്, വിത്ത് ഷുവറിറ്റീസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ സെക്യൂരിറ്റി വാങ്ങാവുന്ന ഇതില് 106 to 110 ഇങ്ങനെ പറയുന്നുണ്ട്. 2 തരത്തിൽ സെക്യൂരിറ്റി പറയുന്നുണ്ട്, സെക്യൂരിറ്റി ഫോർ കീപ്പിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ഗുഡ് ബിഹേവിയർ. ഇനി സെക്യൂരിറ്റി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഒരു കോടതിക്ക് തോന്നിയ കേസിൽ അത് വേറെയാണ്, കാരണം അത് കോടതി തന്നെ തീരുമാനിക്കുന്നു, കൺവിക്ട് ചെയ്യുമ്പോൾ വാങ്ങുന്നു. പക്ഷെ ബാക്കിയുള്ള കേസസിലെല്ലാം തന്നെ 107 തൊട്ട് 110 വരെയുള്ള കേസിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇപ്പൊ തോന്നുകയാണ് സെക്യൂരിറ്റി തീർച്ചയായിട്ടും ദർ ഈസ് ഗ്രൗണ്ട് ഫോർ, ഹി ഫോംസ് ആൻ ഒപ്പീനിയൻ ദാറ്റ് ദർ ഈസ് ഗ്രൗണ്ട് ഫോർ പ്രൊസീഡിങ് എന്നുള്ളതാണ് കോമൺ ആയിട്ട് പറയുന്നത്. പ്രൊസീഡ് ചെയ്യാനുള്ള സഫിഷ്യന്റ് ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി വാങ്ങാം, ബോണ്ട് എഴുതി വാങ്ങാവുന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം പ്രൊസീജിയർ? ശരി ബോണ്ട് തരൂ എന്ന് പറയാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറ്റം ചെയ്ത് ഉടനെ കഴുത്ത് വിട്ട് എന്നല്ല, അവിടെ ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട്.
ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുമല്ലോ ഷോ കോസ് നോട്ടീസ് കൊടുക്കണം. അതായത് ഈ വ്യക്തിക്ക് നിങ്ങൾ ഇങ്ങനെ ഇന്ന കാരണം കൊണ്ട് എനിക്കിങ്ങനെ നിങ്ങൾക്കെതിരെ പ്രൊസീഡ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഷോ കോസ് കൊടുക്കണം. അപ്പൊ ഈ ഷോ കോസ് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ അത് റൈറ്റിംഗിലായിരിക്കണം. അതായത് കിട്ടിയ ഇൻഫർമേഷന്റെ സബ്സ്റ്റൻസ് എന്താണ് എന്ന് പറഞ്ഞിരിക്കണം. എത്ര എമൗണ്ടിനാണ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയണം. എത്ര കാലത്തേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 106 അനുസരിച്ച് കോടതിയാണ് കൺവിക്ട് ചെയ്യുന്നതെങ്കിൽ 3 വർഷം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹാബിച്വൽ ഒഫൻഡേഴ്സിനാണെങ്കിൽ 3 വർഷം വരെ. അപ്പൊ അത്തരം കേസിൽ 1 വർഷത്തേക്ക് വേണമെങ്കിൽ ആക്കാം. അപ്പൊ അത് എത്രയാണെന്ന് പറയണം. പിന്നെ ഷുവറിറ്റി വേണമെന്നുണ്ടെങ്കിൽ എത്ര പേര് വേണം, അതുപോലെ ക്യാരക്ടർ, എങ്ങനെ ക്ലാസ് ഓഫ് ഷുവറിറ്റീസ്, ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഈ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ 111 ഓർഡർ ആണ്. അപ്പൊ അതില് പറഞ്ഞിരിക്കണം. ഇനി സപ്പോസ് ഇങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കുന്ന സമയത്ത് ഈ വ്യക്തി സപ്പോസ് കോടതിയിലുണ്ട്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഇങ്ങനെ ഒരു ഓർഡർ പാസ്സായി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അയാൾക്ക് വായിച്ചു കേൾപ്പിക്കണം, അല്ലെങ്കിൽ അതിന്റെ സബ്സ്റ്റൻസ് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഷോക്കോസ് ഇത് മജിസ്ട്രേറ്റ് അങ്ങനെ ഷോക്കോസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി സപ്പോസ് ഇയാൾ കോടതിയിൽ പ്രസന്റ് അല്ല, അങ്ങനെയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ ഹാജരാകാനായിട്ട്, അപ്പൊ പിന്നെയുള്ള പ്രൊസീഡിങ്സ് എല്ലാം മജിസ്ട്രേറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് ഈ പറഞ്ഞ പോലെ അദ്ദേഹം സമ്മൺസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാറന്റ് ഓഫ് അറസ്റ്റ് ഇഷ്യൂ ചെയ്യാം. അപ്പൊ കോടതിയിൽ പ്രസന്റ് ആയ ആളാണെങ്കിൽ അത് വായിച്ചു കേൾപ്പിച്ച് അപ്പൊ തന്നെ അദ്ദേഹത്തിന് അത് അറിയിക്കാം. ഇനി കോടതിയിൽ പ്രസന്റ് അല്ലാത്ത ആളാണെങ്കിൽ സമ്മൺസ് ഇഷ്യൂ ചെയ്യുക, വാറന്റ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ വാറന്റ് ഓഫ് അറസ്റ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് അയാളെ ഹാജരാക്കാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. ഇങ്ങനെ സമ്മൺസ് വഴിയോ അല്ലെങ്കിൽ വാറന്റ് ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ അതില് ഈ ഓർഡറിന്റെ കോപ്പി, അതായത് ഇൻഫർമേഷന്റെ ജിസ്റ്റ്, എത്ര ഷുവറിറ്റി വേണം, എത്ര എമൗണ്ട് വേണം എന്നുള്ളതൊക്കെ തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അത് ആൾക്ക് കൺസേൺഡ് ആൾക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യണം. പിന്നെ ചില സാഹചര്യത്തിൽ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് ഈ വ്യക്തി നേരിട്ട് ഹാജരാകേണ്ട, പകരം പ്ലീഡർ വഴി ഹാജരായാൽ മതി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഷോക്കോസ് ഓർഡർ എടുക്കണം. 111 അനുസരിച്ച് 111 ഓർഡർ എന്നാണ് അതിനെ പറയുന്നത്. ഒരു 111 ഓർഡർ ഇടണം. അത് ഇപ്പൊ സപ്പോസ് കോടതിയിലുള്ള ആളാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ പറയേണ്ടത്, കോടതിയിൽ ഇല്ലാത്ത ആളാണെങ്കിൽ സമ്മൺസ് വഴിയോ വാറന്റ് ഇഷ്യൂയോ ഓർഡർ ഓഫ് അറസ്റ്റ് ഇഷ്യൂയോ ഒക്കെ ചെയ്തിട്ട് അയാളെ ഹാജരാക്കാനുള്ള സ്റ്റെപ്സ് ചെയ്യണം. ഇനി അങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജരായി കഴിഞ്ഞാൽ അപ്പോഴും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഓർഡർ കൊടുക്കും, അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അയാൾ ഇങ്ങനെ ഇതിനെ പറ്റി ശരിയായ ഒരു അന്വേഷണം നടത്തുകയും വേണ്ട തെളിവെടുപ്പുകൾ നടത്തുകയും ചെയ്യണം. അപ്പൊ ഒന്നിൽ അത് മജിസ്ട്രേറ്റിന് സ്വയമായി ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുള്ള മജിസ്ട്രേറ്റിനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ എവിഡൻസ് എടുപ്പിക്കണം. അപ്പൊ എൻക്വയറി ആസ് ടു ട്രൂത്ത് ഓഫ് ഇൻഫർമേഷൻ ആണ് അടുത്ത ഇത് വരുന്ന പ്രൊസീജിയർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എൻക്വയറി നടത്തുമ്പോൾ സമ്മൺസ് കേസിൽ എങ്ങനെയാണോ എവിഡൻസ് എടുക്കുന്നത് ആ രീതിയിലാണ് എന്നാണ് നാം പറഞ്ഞത്. അപ്പൊ ഞാൻ കഴിഞ്ഞ CrPCയുടെ പ്രിൻസിപ്പിൾ സെറ്റ് ഞാൻ പറഞ്ഞു, ട്രയൽ പ്രൊസീജിയർ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ അതിൽ സമ്മൺസ് കേസിൽ ഈ പറഞ്ഞ പോലെ അവിടെ പ്രൊസീജിയർ അത്ര എലോബറേറ്റ് പ്രൊസീജിയർ ഒന്നുമില്ല. വാറന്റ് കേസ് പോലെ അങ്ങനെ എലോബറേറ്റ് പ്രൊസീജിയർ ഒന്നുമില്ല. ചാർജ് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യം അവിടെ അങ്ങനെ പറയുന്നില്ല. അപ്പൊ പ്രൊസീജിയർ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് സമ്മൺസ് കേസിലുള്ളത്. അപ്പൊ അതായത് ഇപ്പൊ കോടതി ഇപ്പൊ അക്യൂസിന്റെ അടുത്ത് ഗിൽറ്റി പ്ലീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. കുറ്റം സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൺവിക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഉടനെ പ്രോസിക്യൂഷൻ എവിഡൻസ് എടുക്കുക, പിന്നെ അക്യൂസിനെ എക്സാമിൻ ചെയ്യുക, പിന്നെ ഡിഫൻസ് എവിഡൻസ് എടുക്കുക, പിന്നെ അക്യൂറ്റൽ ഓർ കൺവിക്റ്റൽ. അപ്പൊ ഇങ്ങനെ വാറന്റ് കേസിലുള്ള പോലെ വളരെ എന്താ പറയുക എലോബറേറ്റ് ആയിട്ടുള്ള പ്രൊസീഡിങ്സ് സമ്മൺസ് കേസിൽ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. സമ്മൺസ് കേസിൽ എങ്ങനെയാണോ എവിഡൻസ് എടുക്കുന്നത് ആ മാതിരിയാണ് ഇവിടെ എവിഡൻസ് എടുക്കുന്നത്. പിന്നെ സപ്പോസ് ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എൻക്വയറി നടത്തുന്ന സമയത്ത് തന്നെ ഇപ്പൊ സപ്പോസ് മജിസ്ട്രേറ്റിന് ഫീൽ ചെയ്യാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഷേഴ്സ് എടുക്കണം, ഇല്ലെങ്കിൽ ഈ ആള് പെട്ടെന്ന് ബ്രീച്ച് ഓഫ് പീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇയാളുടെ അടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറയാം. ഒന്നിലെ കീപ്പിംഗ് പീസ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഗുഡ് ബിഹേവിയർ ടിൽ ദ കൺക്ലൂഷൻ ഓഫ് എൻക്വയറി, അല്ലെങ്കിൽ അങ്ങനെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ അയാളെ കസ്റ്റഡിയിലോട്ട് വിടാനും ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും
സ്റ്റെപ്പ് എടുക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ 2 രീതിയിലുള്ള സെക്യൂരിറ്റി ആവശ്യപ്പെടാം. അപ്പൊ അങ്ങനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷോ കോസ് ഓർഡർ കൊടുക്കാം. ഈ ഷോ കോസ് ഓർഡർ അനുസരിച്ച് വ്യക്തികൾ വരികയാണെങ്കിൽ അതിനെപ്പറ്റി ശരിയായ ഈ കിട്ടിയ ഇൻഫോർമേഷന്റെ ട്രൂത്തിനെ പറ്റി ഒരു എൻക്വയറി നടത്തി എവിഡൻസ് നടത്തി എല്ലാം ചെയ്തിരിക്കണം. അത് എന്നിട്ട് മാത്രമേ ഈ പറഞ്ഞ പോലെ അവർക്കെതിരെ വേറെ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എത്ര സമയത്തിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഈ എൻക്വയറി ഈ പറഞ്ഞ പോലെ 6 മാസത്തിൽ തുടങ്ങിയിട്ട് 6 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മൊത്തം ആ പ്രൊസീഡിങ്സ് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷെ മജിസ്ട്രേറ്റ് വേണമെങ്കിൽ സ്പെഷ്യൽ റീസൺസ് റെക്കോർഡ് ചെയ്തിട്ട് അത് പിന്നെയും തുടരാനായിട്ട് പറയാം. പക്ഷെ അവിടെ എന്ത് പറ്റും വെച്ചാൽ ഈ അഗ്രീഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ സെഷൻസ് കോടതിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ആ പ്രൊസീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും വ്യക്തികളെ ഈ സെക്യൂരിറ്റി പ്രൊസീഡിങ്സിന്റെ ഭാഗമായി മാത്രം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ അയാളെ വിടാനും അവിടെ ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി സപ്പോസ് ഇനി എൻക്വയറി ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ തോന്നുകയാണ് ഇയാൾക്കെതിരെ ഈ പറഞ്ഞ പോലെ മതിയായ തെളിവൊക്കെയാണ്, മതിയായ ഇയാളെ തീർച്ചയായിട്ടും ഇയാളുടെ അടുത്തുനിന്ന് ഗുഡ് ബിഹേവിയറിനോ അല്ലെങ്കിൽ സമാധാനം കീപ്പ് ചെയ്യാൻ പീസ് കീപ്പ് ചെയ്യുന്നതിനോ ബോണ്ട് വാങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓർഡർ കൊടുക്കാം. അതാണ് 117 ഓർഡർ. 111 ഓർഡർ എന്ന് പറയുന്നത് അത് ഷോ കോസ് കാണിക്കാനുള്ള ഓർഡറാണ്. നിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ബോണ്ട് വാങ്ങാൻ പാടില്ല എന്ന് ചോദിക്കാം. പക്ഷെ ഇത് അന്വേഷണമൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തിയതിന് ശേഷം ബോണ്ട് തരണം, സെക്യൂരിറ്റി തരണം എന്ന് ഒരു ഓർഡർ കൊടുക്കുന്നതാണ്. അതാണ് 117 ഓർഡർ. അപ്പോൾ അത് വേണമെങ്കിൽ വിത്ത് ഷുവറിറ്റിയോ വിത്തൗട്ട് ഷുവറിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇടാം. പക്ഷെ ഈ പറഞ്ഞ പോലെ 111 പറഞ്ഞിരിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുകയൊന്നും ചോദിക്കാൻ പറ്റില്ല. ബോണ്ട് തുക കൂടാൻ പാടില്ല. അവരുടെ ഷുവറിറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതെ, അതും ഒന്നും ഈ 111 ഓർഡർ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എക്സസീവ് ആയിട്ട് ഒന്നും അതിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇപ്പൊ സപ്പോസ് എൻക്വയറി നടത്തിയതിനു ശേഷം തോന്നുകയാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ പീസ് കീപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു ബോണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ റിലീസ് ചെയ്യാനുള്ള നടപടിയും എടുക്കാം. ഹി ക്യാൻ ബി ഡിസ്ചാർജ്. പിന്നെ സെക്യൂരിറ്റി ഏത് കാലം തൊട്ടാണ്, ആ ബോണ്ട് ഏത് കാലം തൊട്ടാണ് നിലവിൽ വരുന്നതെന്ന് വെച്ച് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കെതിരെയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എതിരെ ഒരു ശിക്ഷ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം കേസസിലെല്ലാം അയാൾ ഒരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷ അയാൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് ശേഷമാണ് ഈ ബോണ്ടിന്റെ ഇത് തുടങ്ങുന്നത്. അപ്പൊ അതാണ്. അല്ലാത്ത കേസെല്ലാം മജിസ്ട്രേറ്റ് എങ്ങനെയാണോ ഓർഡർ ചെയ്യുന്നത് ആ സമയത്ത് ഈ ബോണ്ടിന്റെ ഇത് സെക്യൂരിറ്റി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ ബോണ്ടില് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ഇത് ബാധകമാണ്. ഇയാൾ എന്തെങ്കിലും ഒഫൻസ്, ഇംപ്രസന് കിട്ടാവുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രീച്ച് ഓഫ് ബോണ്ടായിട്ട് കണക്കാക്കും എന്ന് പറയുന്നു. ഇത് കൂടാണ്ട് തന്നെ ഇപ്പൊ ഷുവറിറ്റി വേണമെങ്കിൽ ഏത് സമയത്ത് വേണം, ഇപ്പൊ കോടതി മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഷുവറിറ്റി, ഈ വന്നിരിക്കുന്ന ഷുവറിറ്റി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ സമ്മതിച്ചിട്ടുള്ള ഒരു ഷുവറിറ്റിയെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവകാശം ഉണ്ട്. അപ്പൊ അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ഷുവറിറ്റി അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ അതിനും ഒരു പ്രൊസീഡിങ്സ് പറയുന്നുണ്ട്. 2 പേർക്ക് നോട്ടീസ് കൊടുക്കണം. ജാമ്യക്കാരന് നോട്ടീസ് കൊടുക്കണം. ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഷുവറിറ്റി ആയിട്ട് നിൽക്കണം അയാൾക്ക് നോട്ടീസ് കൊടുത്ത് എൻക്വയറി നടത്തി അതിന്റെ എവിഡൻസ് എടുത്ത് ബോധ്യപ്പെട്ടിട്ട് ഈ ഷുവറിറ്റി അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയാൽ അതിന് കാരണം എഴുതി വെച്ചിട്ട് എന്നിട്ട് മറ്റേ ആൾക്ക് സമ്മൺസ്, അതായത് ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഷുവറിറ്റി ആയി നിൽക്കുന്നത് അയാൾക്ക് സമ്മൺസ് ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ ശേഷമാണ് ഇയാളെ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യേണ്ടത്. കാരണം ഇല്ലെങ്കിൽ മറ്റേ ആള് തീർച്ചയായിട്ടും വേറൊരു ഷുവറിറ്റിയെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. പിന്നെ ഇങ്ങനെ സെക്യൂരിറ്റി ഓർഡർ കൊടുത്തിട്ട് അയാള് ആ സെക്യൂരിറ്റി കൊടുക്കാതിരിക്കുകയാണ്, അങ്ങനെ വ്യക്തി സെക്യൂരിറ്റി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹി വിൽ ബി കമ്മിറ്റഡ് ടു പ്രിസൺ. പിന്നെ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ തന്നെ വിടും. പിന്നെ സെക്യൂരിറ്റി കൊടുത്തു പക്ഷെ ബോണ്ട് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പിന്നെ 1 വർഷത്തിൽ കൂടുതലുള്ള ബോണ്ടാണ്, അങ്ങനെയുള്ള ബോണ്ടിലാണ് ഇയാള് ബ്രീച്ച് ചെയ്യുന്നതെങ്കിൽ മാറ്റർ സെഷൻസ് കോടതിയിലോട്ട് വിടും. എന്നിട്ട് സെഷൻസ് കോടതിയുടെ ഓർഡർ വരുന്നത് വരെ മാക്സിമം 3 വർഷം വരെ ഇയാളെ ഡീറ്റെയിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ബോണ്ട് ബ്രീച്ച് ചെയ്താൽ ഡിഫോൾട്ട് വന്നാൽ എന്തായിരിക്കും പ്രൊസീജിയർ എന്നും ഇവിടെ പറയുന്നുണ്ട്.
പിന്നെ ഇങ്ങനെ ഡിഫോൾട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ബ്രീച്ച് ഓഫ് പീസിനുള്ള ബോണ്ടാണ് ഡിഫോൾട്ട് ചെയ്യുന്നെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റും, ബാക്കിയുള്ള ബോണ്ട്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഓർ റിഗറസ് അങ്ങനെ ആവാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചില 123 ലാസ്റ്റ് ഏകദേശം നമ്മൾ തീരാറായിട്ടുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ സെക്യൂരിറ്റി കൊടുക്കാത്ത ആളുകളെ ചില സാഹചര്യത്തിൽ വേണമെങ്കിൽ റിലീസ് ചെയ്യാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യാനുള്ള പവർ പറയുന്നത് ഇപ്പൊ 106 അനുസരിച്ചിട്ടാണ് സെക്യൂരിറ്റി കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും, പിന്നെ ബാക്കിയുള്ള കേസിൽ 107 തൊട്ട് ബാക്കിയുള്ള കേസസിലെല്ലാം തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുമാണ് ആ പവർ കൊടുത്തിരിക്കുന്നത്. 106 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം കോടതിയാണ് അവിടെ സെക്യൂരിറ്റി ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അതുകൊണ്ടാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഇപ്പൊ സപ്പോസ് അവർക്ക് തോന്നുകയാണ് ഈ വ്യക്തിയെ വെറുതെ വിട്ടാലും കമ്മ്യൂണിറ്റിക്ക് വലിയ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ, റിലീസ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി സപ്പോസ് റിലീസ് ചെയ്യുന്നത് കണ്ടീഷനോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എന്തെങ്കിലും ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഹൈക്കോടതിക്കും സെഷൻസ് കോടതിക്കും ഹൈക്കോടതിക്കോ സെഷൻസ് കോടതിക്കോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അതായത് 106 സെക്യൂരിറ്റി ആണെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും, 117 ഓർഡർ അതായത് ബാക്കി കേസിലൊക്കെ ആണെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും വേണമെങ്കിൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി എമൗണ്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ എത്ര ഷുവറിറ്റി വേണമെന്നുള്ളത് കുറയ്ക്കാം, ഒരു ഇത്ര സമയത്തിലേക്ക് സെക്യൂരിറ്റി വേണമെന്നുള്ളതൊക്കെ കുറച്ചു കൊടുക്കാനുള്ള ഇതും പറയുന്നുണ്ട്. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഷുവറിറ്റിക്ക് അപ്രോച്ച് ചെയ്ത് അയാൾ ആ ബോണ്ട് ക്യാൻസൽ അയാൾക്ക് താല്പര്യമില്ല, ആർക്ക് വേണ്ടിയാണ് അപ്പിയർ ചെയ്യുന്നത് അയാൾക്ക് ഷുവറിറ്റി ആയി നിൽക്കാൻ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ കോടതി ആർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് അപ്പിയർ ചെയ്യാനും ഈ അൺഎക്സ്പയർഡ് പീരീഡിലേക്ക് ഒക്കെ ബോണ്ട് കൊടുക്കാനും ഒക്കെ അയാൾക്ക് സമ്മൺസോ വാറന്റോ ഒക്കെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, സെക്യൂരിറ്റി പ്രൊസീഡിങ്സിന്റെ ചാപ്റ്റർ. അപ്പൊ അതായത് നമ്മള് സത്യത്തില് നമുക്ക് വായിക്കുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിലും ശരിക്കും നമ്മൾ നോക്കണം, നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സാധാരണ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യം സൊസൈറ്റൽ പെർസ്പെക്റ്റീവിൽ അതേ രീതിയിൽ തന്നെ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്നേ ഉള്ളൂ. അതായത് മേലിൽ ഇത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഗ്യാരണ്ടിയാണ് ഇവിടെ ശരിക്കും വാങ്ങുന്നത്. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും എന്നുള്ള ഒരു ഇതും, അല്ലെങ്കിൽ നല്ല ഗുഡ് ബിഹേവിയറോടുകൂടി അത് ഇരിക്കും എന്നുള്ള ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു കാരണം ഇവിടെയൊക്കെ പറഞ്ഞ പോലെ ബോണ്ട് ഒക്കെ വാങ്ങുന്നതാണ്, അതൊക്കെ ഫിനാൻഷ്യൽ ഇതിലാണ് വരുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലിബർട്ടി കേർട്ടൈൽ ചെയ്യാണ്. പക്ഷെ ഈ ലിബർട്ടി ഒക്കെ കേർട്ടൈൽ ചെയ്യുമ്പോഴും നമ്മൾ ഈ കോഡിൽ നോക്കുമ്പോൾ, നമ്മൾ കോഡ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ whenever the liberty of the person is in curtailed or whenever his rights are infringed, even though he has infringed the right of others, it is seen that his rights are not unnecessarily curtailed. At the same time, it is also seen that societal interest is also protected. So, because subjects of the state, they must also live in peace. So, that is the object of these provisions. Okay. Anyway, thank you very much for hearing me patiently for 2 hours continuously. Thank you, ma'am. Thank you for your wonderful words. It was really a different experience for us to know the different principles of criminal law. First of all, through a short story. We thank you all. We all thank you for that, ma'am. Now, I take this opportunity to call Sherin ma'am for the vote of thanks. നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസും പത്തനംതിട്ട ജില്ലാ നിയമസേവന അതോറിറ്റിയും LGRFും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 17ാമത് സെഷന്റെ സമാപനത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് CrPC സെക്ഷൻസ് 106 to 124 എന്ന വിഷയത്തിൽ വളരെ വിശദമായ ഒരു ക്ലാസ് നൽകിയ ഡോക്ടർ അനുശ്രീ A, അസോസിയേറ്റ് പ്രൊഫസർ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം മാമിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർ അബിൻ സാറിനും പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസിനും
LGRFന്റെ എല്ലാ ഭാരവാഹികൾക്കും ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ഇന്ന് ഈ ലെക്ചർ സീരീസിന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Once again, thank you, ma'am. Participants, please fill the feedback form which is provided to you in the call box. Thank you. Thank you all. Anushree ma'am, thank you so much. Thank you, Jomon. Thank you. Thank you, Anushree ma'am. Thank you, Sharon. Thank you, Praveena. Thank you, ma'am. Yes, ma'am. Thank you, ma'am. Thank you, ma'am. Okay. Thank you all for the patient hearing. Okay. Okay, You can ma'am. use the PPT if you require. Okay, I have okay, ma'am. Okay. Thank you. Okay, ma'am. ഹലോ മാഡം, താങ്ക് യു വെരി മച്ച്. സഫിയാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് സർ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു സർ. Yes. Ma'am, sorry, sir. Left side for you. Left side for you. Safi sir came to just